നേരം നന്നേ പുലർന്നു. സാബിറ കണ്ണു തുറക്കുമ്പോൾ ബാൽക്കണിയിലെ വെറും നിലത്ത് കിടക്കുകയായിരുന്നു. പുറത്തപ്പോഴും മഴപ്പ ചാറുന്നുണ്ടായിരുന്നു. ജോലിക്കാരായ നേപ്പാളി പെൺകുട്ടികൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഭയപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഐറിഷ് തെല്ലമ്പരപ്പോടെ എഴുന്നേറ്റു. ഷോ, ഇതുങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ വാതിലിൽ മുട്ടി. അപ്പോൾ വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു. അവൾ ധൃതിയിൽ അകത്തേക്ക് കടന്നു. വെട്ടിയിട്ട മരം പോലെ കട്ടിലിൽ മലർന്നടച്ചു കിടക്കുകയാണ് ഹമീദ് ഹാജി. സാർ, സാർ, അവൾ കുലുക്കി വിളിച്ചു. ഒരു ഞരക്കമില്ലാതെ മറുപടി ഉണ്ടായില്ല. പെട്ടെന്ന് ജോലിക്കാരുടെ സഹായത്തോടെ സാബിറ ഹാജിയരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അത്യാഹിത വിഭാഗത്തിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്ത മുതലാളിയെ തേടി നഗരത്തിൽ ഹാജിയാരുടെ സ്റ്റാർ ഹോട്ടലിലെ മാനേജർ എത്തി. സാബിറ നോക്കിയിരിക്കെ മുതലാളിയുടെ ചുമതലകൾ മാനേജർ ഏറ്റെടുത്തു. എന്നിട്ടും സാബിറ ഭർത്താവിനരികിൽ തന്നെയിരുന്നു. പിറ്റേ ദിവസം പകലറുതിയിൽ മാനേജർ സാബിറയുടെ അരികിൽ വന്ന് പറഞ്ഞു, സാറിൻ്റെ മക്കൾ വന്നിട്ടുണ്ട്. അവർക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ നിങ്ങളിവിടുന്ന് മാറി നിൽക്കണം. മാറി നിൽക്കാനോ? എന്തിന്? ഞാൻ എങ്ങോട്ടും പോവില്ല. നീ അപ്പുറത്തെ മുറിയിലേക്ക് പോയിക്കോ. സാബിറ ബോധം തെളിഞ്ഞ് സംസാരശേഷി വീണ്ടെടുത്ത ഹാജിയാർ പറഞ്ഞു. ഞാനിവിടെ നിന്നാലെന്താ? ഞാൻ സാറിൻ്റെ ഭാര്യയല്ലേ? ഭാര്യ, ഹാജിയാർ തെല്ലു പുച്ഛത്തോടെ പറഞ്ഞു. നിന്നെ എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല. നമ്മുടെ ബന്ധം അവർ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആരാണെന്നാ അവരുടെ വിചാരം? ഓ, ഹോം നേഴ്സ് ആയിരിക്കും, അവൾ ചൊടിച്ചു. അതൊക്കെ പിന്നെ പറയാം. ഇപ്പോൾ നീ അപ്പുറത്തേക്ക് പോയിക്കോ. സാബിറ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് മുറിവിട്ട് പോയി. കണ്ണുകൾ നനയുകയല്ല, അലറിപ്പെയ്യുകയാണ്. തന്നെ പണയം വെച്ചവർ ഇതൊക്കെ അറിയുന്നുണ്ടോ? ഹമീദ് ഹാജി ട്രസ്റ്റ് പ്രൊഫഷണൽ കോളേജിലെ അധ്യാപികയല്ലേ? മാത്യൂസിൻ്റെ സുഹൃത്ത് ബലമായി ദത്തെടുത്ത ഭാഗ്യവതി. ജീവിതത്തിൻ്റെ ഇരുണ്ട വഴികളിലേക്ക് എടുത്തറിയപ്പെട്ട ഒരു പാവം ഐറിഷ്. കന്യാസ്ത്രീ മഠത്തിലെ സഹവാസവും പാട്ടും പ്രാർത്ഥനയുമൊക്കെയായി കഴിഞ്ഞുകൂടിയ ദൈവവിശ്വാസിയായ ഒരു നാട്ടിൻ പുറത്തുകാരി. മക്കളൊക്കെ മുഖം കാണിച്ചു മടങ്ങിയപ്പോൾ മാനേജർ വന്ന് വിളിച്ചു അകത്തേക്ക് ചെല്ലാൻ. എന്തൊരു പരിഹാസമാണ് ആ വാക്കുകളിൽ! എന്തൊരു അപമാനമാണ് താൻ സഹിക്കുന്നത്! ഒരു ചെറുവാക്കുകൊണ്ട് പോലും കുഞ്ഞ് ഐറിഷിനെ നോവിക്കാതെ മാത്യൂസിൻ്റെ പുഞ്ഞാര മകൾ. കണ്ണു തുറച്ച് തേങ്ങലടക്കി അകത്തേക്ക് കിടക്കുമ്പോൾ ഹാജിയാർ ചുമലിലേക്ക് നോക്കി ഒരു വശം ചെരിഞ്ഞ് കിടക്കുകയായിരുന്നു. അങ്കിൽ കുമ്പിയടഞ്ഞ നീലാമ്പൽ പോലെ കണ്ണുകളടച്ച് അവൾ ഹാജിയാരുടെ കാൽക്കലിരുന്നു. എന്തിനാ കരയണത്? ഇതൊക്കെ പ്രതീക്ഷിക്കണമെന്നറിയിരുന്നില്ലേ? ഹാജിയാർ ചോദിച്ചു. ഞാൻ എന്തിനു പ്രതീക്ഷിക്കണം? ഞാൻ പിടിച്ചു പറിച്ച ഒരു ജീവിതമാണോ ഇത്? പറയ്, ആണോ? അവൾ തേങ്ങി. എനിക്കിത്തിരി സ്വൈരം വേണം, ശല്യപ്പെടുത്തരുത്. ഹാജിയാർ ക്ഷുഭിതനായി. ദിവസങ്ങളും മാസങ്ങളും വന്നുപോയി. സാബിറ കാച്ചിയും കുപ്പായവും ധരിച്ചു നോക്കി. തട്ടവും പർദ്ദയും ധരിച്ചുകൊണ്ടിരുന്നു. പിന്നെ ചിലപ്പോൾ സാരിയും ബ്ലൗസും. എല്ലാം കണ്ടിട്ടും ഹാജിയാർ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അവർ തമ്മിൽ സംസാരം തന്നെ കുറവായിരുന്നു. അങ്കിൽ, എനിക്കിത്തിരി സംസാരിക്കണം. അയാൾ വീട്ടിൽ തങ്ങിയ ഒരു രാത്രി സാബിറ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഈ പാതിരയ്ക്കോ? നാളെയാവാം. അത് പറ്റില്ല, എനിക്കിപ്പോൾ സംസാരിക്കണം. അവൾ കരയാൻ തുടങ്ങി. കടന്നു പോകാൻ പറഞ്ഞില്ലേ? സംസാരിക്കണം. എന്തോന്ന് സംസാരിക്കാൻ? എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ജോലി ഉപേക്ഷിച്ചിട്ട് വർഷം ഒന്നായി. എനിക്ക് തരാമെന്ന് പറഞ്ഞ ശമ്പളം എവിടെ? അമ്മയ്ക്ക് ചെലവിന് കൊടുത്തിട്ട് തന്നെ മാസങ്ങളായി. അവൾ വിതുമ്പി. അമ്മയ്ക്ക് ചെലവിന് കൊടുക്കേണ്ടത് പെൺമക്കളാണോ? ആൺമക്കളല്ലേ? അവർക്ക് ഞാൻ നല്ല ജോലി കൊടുത്തിട്ടുണ്ട്, നല്ല വരുമാനമുണ്ട്. അവർ നോക്കട്ടെ. അപ്പോൾ എനിക്ക് വരുമാനമൊന്നുമില്ലല്ലോ. ഞാൻ പഠിച്ചവളല്ലേ? സാബിറ, നിന്റെ ചെലവിന് തന്നെ വലിയ തുക വേണം. പിന്നെ നിന്റെ ദൂർത്ത്, അതിന് തന്നെ നിന്റെ ശമ്പളത്തേക്കാൾ അധികം തുക വേണം. ദൂർത്തോ? എന്ത് ദൂർത്ത്? അത് ഞാൻ പറയണോ? വിലപിടിപ്പുള്ള ഉടയാടകൾ, സ്വന്തമായി കാർ, അതിൻ്റെ പെട്രോൾ, പിന്നെ ബ്യൂട്ടി പാർലർ, ഹെൽത്ത് ക്ലിനിക്. അങ്കിൾ, നീ എന്തിനാ ഇങ്ങനെ അങ്കിൾ അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അയാൾ അലറി. പിന്നെ ഞാൻ എന്ത് വിളിക്കണം? നമ്മൾ തമ്മിൽ മറ്റെന്ത് ബന്ധമാണുള്ളത്? അവൾ ക്ഷുഭിതയായി ചോദിച്ചു. അപ്പോൾ അതാണ് നിന്റെ പ്രശ്നം? അയാൾ അവളെ തുറച്ചു നോക്കി. അവളുടെ തിളക്കമുള്ള കണ്ണുകൾ സൂര്യനെ പോലെ അയാളെ പൊതിഞ്ഞു. അതിലെ ഉഷ്ണപ്രവാഹത്തിൽ വെന്ത് അയാളുടെ കണ്ണുകൾ അടഞ്ഞു. ഐറിഷിന് സലോമിയുടെ കത്ത് വന്നു. മോളെ, എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. നീ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നതല്ലാതെ എൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ലല്ലോ. നിനക്ക് വയസ്സ് 30 കഴിഞ്ഞു. ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കട്ടെ? നമ്മുടെ ഇടവകയിലെ ഒരു നല്ല പയ്യനുണ്ട്, എഞ്ചിനീയറാ. നിനക്ക് ചേരും. ആലോചിക്കട്ടെ? മമ്മിയുടെ നീണ്ട കത്ത് വായിച്ച് ഐറിഷ് വാവിട്ട് കരഞ്ഞു. തൻ്റെ കാലിൽ ചങ്ങലയില്ലായിരിക്കാം, പക്ഷേ ജീവിതം തന്നെ ഒരു തടവറയിലാണല്ലോ. കന്യാസ്ത്രീ മഠത്തിലെ സമ്പർക്കവും കോൺവെൻറ്റിലെ അച്ചടക്കത്തോടെയുള്ള ജീവിതവും ആഹ്ലാദകരമായിരുന്നില്ല. പക്ഷേ അവിടെ കർത്താവിൻ്റെ മണവാട്ടിയായി മനസമാധാനമായി ജീവിക്കാമായിരുന്നു. ഇവിടെ ഒരു മനുഷ്യൻ്റെ മണവാട്ടിയായി മരിച്ചു ജീവിക്കുകയാണ്. അവിടെ കർത്താവ് തൻ്റെ കണ്ണീര് കാണുന്നുണ്ടെന്ന വിശ്വാസത്തിൽ ജീവിക്കാമായിരുന്നു. ഇവിടെ അവഗണന, പുച്ഛം. പരിത്യാഗത്തിൻ്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു സാധുവിനെ കരയാനല്ലാതെ മറ്റെന്ത് വഴി? ഏതായാലും മമ്മിക്ക് കുറച്ച് പണം അയക്കണം. സാറിനോട് ചോദിക്കാതെ വയ്യല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ? സാബിറ ചോദിച്ചു. ഭക്ഷണം കഴിക്കുമ്പോഴോ നിൻ്റെ ഒരു കാര്യം പറച്ച്? പിന്നെയാവാം. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. അവൾ ശഠിച്ചു.
ശല്യപ്പെടുത്തരുത്, എനിക്ക് ഓഫീസിൽ പോകണം. അയാൾക്ക് ക്ഷോഭം. പതിവ് പല്ലവിയുമായി ഭർത്താവിൻ്റെ വേഷക്കാരൻ നിഴൽക്കൂത്താടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ആരാണ് ഹമീദ്? അവൾ അയാളുടെ പേര് താഴ്ത്തി വിളിച്ചു ഗർജിച്ചു. അത് നിനക്കറിഞ്ഞൂടെ? ഇല്ല. ഞാൻ നിങ്ങൾക്ക് ആരാണെന്ന് നിങ്ങൾ പറഞ്ഞു തന്നെ തരണം. ഭാര്യ, സർവൻ്റ്? പറയണം. ഭാര്യയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ മേൽ അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് സമ്പത്തിലായാലും സമ്പാദ്യത്തിലായാലും. അവകാശമോ? എന്തവകാശം? 3 തലാക്കിങ് തീരും നിൻ്റെ അധികാരവും അവകാശവുമെല്ലാം. എങ്കിൽ വേണ്ട, ഭാര്യയാകണ്ട, സർവൻ്റ് ആയാൽ മതി. എങ്കിൽ അതിനുള്ള ശമ്പളം തരണം, നിങ്ങളുടെ സ്റ്റാറ്റസിനൊത്ത ശമ്പളം, സാബിറ വാദിച്ചു. അതിജീവനത്തിൻ്റെ അറ്റക്കൈ പ്രയോഗമായിരുന്നു അത്. അവളുടെ വാക്കുകൾ കേട്ട് ഹാജിയാർ തെല്ലിട നിശബ്ദനായി. പിന്നെ പെട്ടെന്ന് പറഞ്ഞു, അതൊക്കെ ഞാൻ അഡ്വാൻസായി തന്നു കഴിഞ്ഞില്ലേ? നിൻ്റെ കുടുംബത്തിൻ്റെ ബാധ്യതകൾ. അത് ശരി. അപ്പോൾ എൻ്റെ ജീവിതത്തിനൊരു വിലയുമില്ലേ? ഉണ്ടല്ലോ. എൻ്റെ മുടക്കുമുതലിൻ്റെ നിസ്സാര പലിശയല്ലേ നിൻ്റെ ജീവിതം? ഞാൻ അങ്ങനെയേ അതിനെ കാണുന്നുള്ളൂ. നിനക്ക് ദൂർത്തടിക്കാൻ പണം വേണം, അത് ഞാൻ തരില്ല. ഞാൻ ഓരോ പൈസവും കൂട്ടിവെച്ചുണ്ടാക്കിയതാണ് എൻ്റെ സ്വത്തുക്കൾ. അതെൻ്റെ മക്കൾക്കുള്ളതാണ്. എൻ്റെ മരണം വരെ നിനക്ക് ഈ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കാം, സ്വന്തമാക്കാൻ പറ്റില്ല. നിങ്ങളുടെ മരണം വരെ മാത്രമേ എനിക്ക് അനുഭവിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടൂ. എങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒപ്പം മരിക്കണോ? അത് നിനക്ക് തീരുമാനിക്കാം. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കണം, ഒരൊറ്റ ഫോൺ കോൾ മതി, നിൻ്റെ ബ്രദേഴ്സ് വെറും കൈയോടെ മടങ്ങി വന്ന് വീട്ടിലിരിക്കും. ഐറിഷ് നിശബ്ദയായി. തന്നെ പ്രലോഭിപ്പിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നിലത്തിട്ട് ചവിട്ടുകയാണ്. അയാൾ പറയുന്നതാണ് ശരി. എല്ലാം ആ മനുഷ്യൻ്റെ കാരുണ്യമാണ്. കരുതലില്ലാതെ ജീവിച്ച് കരുതി വച്ചതെല്ലാം കളഞ്ഞു കുളിച്ച ഒരപ്പൻ്റെ മകൾ, കുടുംബത്തിൻ്റെ സംരക്ഷണം സ്വയം ഏറ്റെടുത്ത ദയാലുവായ ഒരു മനുഷ്യനോടുള്ള കടപ്പാട്. അത് കടപ്പാട് മാത്രമല്ല, കടമാണ്, വീട്ടാക്കടം. മുടക്കുമുതലിൻ്റെ നിസാര പലിശ. പണയ പണ്ടമായി തൻ്റെ ജീവിതം നീക്കുപോക്കില്ലാത്തത് ഒരു ഉപാധിയാണത്. പപ്പ മരിച്ച ദിവസം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും മരണം നടന്നിരിക്കും. ഐറിഷ് നിസ്സഹായയാണ്. അവൾക്കിന്ന് ജീവിതമില്ല. വിശാലമായ പാടത്ത് നീട്ടിയെറിഞ്ഞ വിത്തുകളിൽ ഒന്ന് മാത്രം പട്ടുപോയി. ആ ഒന്ന് പട്ടുപോയാൽ എന്താ? ബാക്കിയുള്ളതെല്ലാം തഴച്ചു വളരുന്നുണ്ടല്ലോ. അത് മതി. നിസ്വതയുടെ നീർക്കയത്തിൽ നിന്ന് ദത്തെടുത്ത ആ കുടുംബത്തിൻ്റെ തിരിക്കല്ലിലും പാവം ഐറിഷിൻ്റെ ജീവിതം ഹോമിച്ചു. അതെ, ഹോമിച്ചു. ഐറിഷ് വിതുമ്പിക്കരഞ്ഞു. ഐറിഷ്, നിൻ്റെ വിവാഹം? അമ്മ ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചു. ആ ഓർമ്മപ്പെടുത്തൽ പോലും യാന്ത്രികമായിരുന്നെന്ന് പിന്നീട് മനസ്സിലായി. ഓമനിച്ച് വളർത്തിയ കുഞ്ഞു പെങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ഒരൊറ്റ സഹോദരന്മാർ പോലും അന്വേഷിച്ചില്ല. പപ്പയുടെ സുഹൃത്തിൻ്റെ തണലിൽ അവൾ സുഖമായി ഉണ്ടാകുമെന്ന് അവർ കരുതിയിരിക്കും. സ്വന്തം ജീവിതം കരുപിടിപ്പിക്കുന്ന തിരക്കിൽ മറ്റെല്ലാം അവർ മറന്നിരിക്കും. ഒരൊറ്റ ഫോൺ കോൾ മതി, എല്ലാറ്റിങ്ങളും വീട്ടിൽ വന്നിരിക്കും. ഹാജിയാരുടെ ഭീഷണി. തർബിയത്തിൻ്റെ തടവറയിൽ ബന്ധിക്കപ്പെട്ട ഒരഭയാർത്ഥിക്ക് തലയിൽ നിന്ന് ഊർന്നു പോകാതെ ശിരോവസ്ത്രവും തോരാത്ത കണ്ണീരും. സാബിറ എന്ന വിളിപ്പേരും ഐറിഷിൻ്റെ ജീവിതത്തിനുമേൽ നാട്ടിയ മീസാൻ കല്ലുകളാണ്. വെൺമേഘങ്ങൾ പോലെ പരക്കാനും ശ്യാമസംക്രമങ്ങളിൽ പെയ്തൊഴിയാനും മോഹിച്ചവൾ ഒരു പടുവൃതൻ്റെ പേശീബലത്തേക്കാൾ സ്വന്തം കൂടപ്പിറപ്പുകളുടെ ജീവിതഭദ്രയ്ക്ക് വേണ്ടി ബലിയാടാവുകയാണ്. ഒരിക്കൽ മൂത്ത സഹോദരൻ്റെ ഭാര്യ ചോദിച്ചു, നീ എന്താ മഠത്തിൽ ചേരാൻ പോവാണോ? അതോ ആ വയസ്സിൽ മാപ്പിള നിന്നെ ചങ്ങലക്കിട്ടിരിക്കുകയാണോ? ഐറിഷ് ചിരിച്ചതേയുള്ളൂ. ആ വയസ്സൻ മാപ്പിള എൻ്റെ ഭർത്താവാണ്. ഭർത്താവ് തർബിയത്തിലെ കിതാബിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിനക്കൊരു കുടുംബം വേണ്ടേ? മൂത്ത് നരച്ചിട്ടാണോ കെട്ട്? സ്വന്തം സഹോദരങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണത്. കൊച്ചു പെങ്ങൾ 30 കഴിഞ്ഞിട്ടും കന്യകയായി കഴിയട്ടെ എന്നായിരിക്കും. അതോ അവൾ തങ്ങളുടെ നിലനിൽപ്പിനൊരു പാട്ടക്കരാറായി ഹാജിയാരുടെ കസ്റ്റഡിയിലിരിക്കട്ടെ എന്ന് കരുതിയോ? ഒരിക്കൽ രണ്ടാമത്തെ ബ്രദറിൻ്റെ ഫോൺ കോൾ വന്നു. ഒരു കെണിയിൽപ്പെട്ടു. നിൻ്റെ സാറിനോട് പറഞ്ഞ് 1 കോടി, പിന്നെ ഒരു 2 കോടി. നിൻ്റെ ബ്രദേഴ്സിന് എത്ര പണം കൊടുത്താലും ആർത്തി തീരില്ല. അവർക്ക് പലപ്പോഴായി ഞാൻ കൊടുത്ത തുക എത്രയാണെന്നറിയോ? നിനക്ക് 10 കോടിയിലധികം വരും. തൻ്റെ ജീവിതത്തിൻ്റെ കണക്ക് പറഞ്ഞ് വിലപേശിയ ഐറിഷിനോട് ഹമീദ് ഹാജി വിളിച്ചു പറഞ്ഞു, 10 കോടി. അവർ നിന്നെ എനിക്ക് വിൽക്കുകയാണ് സാബിറ. അവർക്കറിയാം നീ എനിക്ക് ആരാണെന്ന്. നിനക്ക് വേണ്ടി അവർ വിലപേശുന്നു, എന്നെ ഭീഷണിപ്പെടുത്തുന്നു. കർത്താവേ, 10 കോടിയോ? ഐറിഷ് വാ പൊളിച്ചു പോയി. സഹോദരങ്ങൾ തൻ്റെ ശമ്പളം അല്ല, വില കൃത്യമായി കൈപ്പറ്റുന്നുണ്ട്. ഹമീദ് ഹാജി ഐറിഷിനോട് കയർത്തു. സംസാരിക്കുമ്പോഴോ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും പണം നൽകുന്നുണ്ട്. തനിക്ക് വേണ്ടി ഇത്രയധികം പണം മുടക്കുന്ന ഒരാൾക്ക് വേണ്ടി തൻ്റെ സേവനമെന്ത്? ഒന്നുമില്ല. കാരണം തൻ്റെ ശരീരം ആ മനുഷ്യനെ ഭയപ്പെടുത്തുന്നു. പരിചാരകയുടെ റോളാണെങ്കിൽ അതുമില്ല. ബിസിനസ് ആവശ്യത്തിൻ്റെ പേര് പറഞ്ഞ് വീട്ടിൽ നിന്ന് മിക്കവാറും വിട്ടുനിൽക്കുകയാണ് അദ്ദേഹം. അതെന്തുകൊണ്ടാണെന്ന് ഐറിഷിനറിയാം. വീട്ടിലുള്ളപ്പോൾ മെഡിക്കൽ ചെക്കപ്പിൻ്റെ പേരിൽ 2-4 ദിവസം സ്വന്തം ഹോസ്പിറ്റലിൽ തങ്ങുകയും ചെയ്യും. 10 കോടി രൂപ തൻ്റെ ഭർത്താവിൻ്റെ പക്കൽ നിന്ന് കൈപ്പറ്റിയ സഹോദരങ്ങൾ അക്കാര്യം തന്നോട് പറയാതിരുന്നതെന്തേ? അറിയാം.
അവൾ കീപ്പായോ സർവൻ്റായോ ആ കടം വീട്ടി എന്ന് കരുതുന്നുണ്ടാവും. ഇത് അനുവദിച്ചുകൂടാ. മേലിൽ ഇത് ആവർത്തിക്കരുത്. എൻ്റെ പേരിൽ ഞാനറിയാതെ നടത്തുന്ന ഈ കൂട്ടുകച്ചവടം ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്കണം. 3 തലാക്കിൽ മുറിഞ്ഞു പോയേക്കാവുന്ന വെറുമൊരു കടലാസ് ബന്ധത്തിൻ്റെ പേരിലുള്ള ഈ സക്കത്ത് കൊടുക്കൽ ആവർത്തിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങളെ വിട്ടുപോകും. ഐറിഷ് അലറുകയായിരുന്നു. അവളുടെ കണ്ണുകൾ തുറിച്ചിരുന്നു. ശരീരം വിറച്ചവൾ നിലത്തേക്ക് വീണു. സാബിറ, ഹാജിയാർ ഭയപ്പാടോടെ വിളിച്ചു. അവൾ കണ്ണു തുറന്ന് അയാളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. വേണ്ട, ആ പേരെനിക്ക് വേണ്ട. എനിക്കത് ചേരില്ല. ഞാൻ ഐറിഷാണ്, വെറും ഐറിഷ്. കരയാതെ സാബിറ, നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. അയാൾ അവളെ ആവേശത്തോടെ വാരിയണച്ചു. നിന്റെ ജീവിതം ഇങ്ങനെ ആക്കിയതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. സത്യമാണ് പറയുന്നത്. നീ എന്നോട് ക്ഷമിച്ചേക്ക്. അയാളുടെ കുറ്റസമ്മതം കണ്ണീരായി കുത്തിയൊലിച്ച് അവളുടെ നെഞ്ചിലേക്ക് വീണു. അയാൾ അവളുടെ മടിയിലേക്ക് തല ചായച്ചു. ആകാശത്തപ്പോൾ നിറയെ നക്ഷത്രങ്ങളുണ്ടായിരുന്നു. മകരമഞ്ഞ് വീണ് മരങ്ങൾ പെയ്യാൻ തുടങ്ങി. ഐറിഷിൻ്റെ സിരകളിൽ ചൂടുകാറ്റടിച്ചു. അവളുടെ നഗ്നമായ മാറിടത്തിലേക്ക് അയാളുടെ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അവൾ കെഞ്ചി. നിങ്ങളെൻ്റെ പുരുഷനാണ്, എൻ്റെ ജീവിതത്തിലെ ഒരേയൊരു പുരുഷൻ. സാബി, എനിക്ക് നിന്നെ വേണം. അയാളുടെ ശബ്ദം നേർത്തിരുന്നു. അവർ പരസ്പരം ലാളിച്ചു. ഏതോ പടുമരം പോലെ ഉണങ്ങി ശുഷ്കിച്ച പേശികൾ പുഷ്കലമായ സാബിറയുടെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അയാൾ മന്ദമായി മന്ത്രിച്ചു. സാബിറ, നീ എന്നോട് ക്ഷമിക്കില്ലേ? ഹമീദ് ഹാജിയുടെ ഉറ്റ സുഹൃത്താണ് PT കോയ. അയാൾ ഹാജിയാരുടെ സുഹൃത്ത് മാത്രമല്ല, ബിസിനസ് പങ്കാളി കൂടിയാണ്. ഒരിക്കൽ ഐറിഷ് PTയോട് ചോദിച്ചു, ഇക്ക, ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് സൂക്ഷ്മമായി അറിയാവുന്ന ഒരാളാണ് അങ്ങ്. ഈ സ്ഥാപനം ഞാൻ പിടിച്ചു പറിച്ചതല്ല, എന്നെ ബലമായി പിടിച്ചടുപ്പിച്ചതാണ്. അതിനിപ്പോൾ എന്തു പറ്റി? നിന്നെ സ്വന്തമാക്കാൻ ഹാജി നഷ്ടപ്പെടുത്തിയത് എന്തൊക്കെയാണെന്ന് അറിയോ നിനക്ക്? അയാൾ തെല്ലിട നിർത്തിക്കൊണ്ട് ഐറിഷിനരികിലേക്ക് നീങ്ങിയിരുന്നു. അയാൾ സമ്പാദിച്ചതല്ല, നഗരത്തിലെ 4 സ്റ്റാർ ഹോട്ടലുകൾ, കാറിൻ്റെ ഡീലർഷിപ്പ്, വിദേശ രാജ്യങ്ങളിലെ ബിസിനസ്സുകൾ പലതും. കർത്താവേ, ഐറിഷ് നിലവിളിച്ചു പോയി. അവളുടെ നഗ്നമായ തലയിലേക്ക് നോക്കിയ PTയുടെ നെറ്റി ചുളിഞ്ഞു. ആ ആ ഇജിപ്പോഴും ക്രിസ്ത്യാനിയാ? മതമാറ്റം പേരിലേ ഉള്ളൂ. PT രൂക്ഷമായി അവളെ നോക്കി. സോറി അതിക്ക, ചെറുപ്പം മുതൽ ശീലിച്ച് പോയതല്ലേ. മാറ്റിയെടുക്കാൻ സമയം പിടിക്കും. എന്നാലും ഞാനെല്ലാം മാറ്റിയെടുക്കും. ആ അതൊക്കെ പോട്ടെ, ഇജ്ജ എന്നോടെന്തോ പറയാൻ വന്നല്ലോ, അതെന്താ? എനിക്ക് കുടുംബസ്വത്വമൊന്നുമില്ല. അതൊക്കെ നമുക്കറിയില്ലയോ. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, അതും പോയി. അതമ്മൻ്റെ ഹാജിയാർ തന്നതല്ലേ എന്ന്? അല്ല, എനിക്കുണ്ടായിരുന്നു. അന്തസ്സുള്ളൊരു സ്ഥിരം ജോലി നഷ്ടപ്പെടുത്തിയിട്ട് പകരം തന്ന ജോലിയാണത്. ഇപ്പോൾ അതുമില്ല. അനക്കെന്തിനാ ജോലി? അല്ലെങ്കിൽ തന്നെ ഹാജിയാരുടെ ഭാര്യയ്ക്ക് ജോലി എന്തിനാ? ഇജ്ജ് ജോലിക്ക് പോകുന്ന ഹാജിയയ്ക്ക് മാനക്കേടാ, PT പറഞ്ഞു. നാണക്കേടോ? എന്തിന്? എനിക്ക് സ്വന്തമായി ചെലവഴിക്കാൻ മാത്രമല്ലത്, അമ്മച്ചിയെ സംരക്ഷിക്കാനും പള്ളിക്ക് കൊടുക്കാനുമൊക്കെ സാറിനോട് ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൾ നിർത്തി. അതുകൊണ്ട് പറ, അതുകൊണ്ട് എന്താ വേണ്ടിയത്? ഒന്നുകിൽ എൻ്റെ ശമ്പളം എനിക്ക് തരണം, അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം ഉണ്ടാക്കി തരണം. ഐറിഷിൻ്റെ തൊണ്ടയിടറി. ഇക്കാര്യം ഹാജിയോട് പറഞ്ഞോ? ഇല്ല. പറയണം. ഇക്ക പറഞ്ഞ് ചെയ്യിപ്പിക്കണം. പറഞ്ഞു. ഞാൻ പലവട്ടം പറഞ്ഞു. പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് വേണ്ടി ഇക്ക ഒന്ന് പറയണം. ആ നോക്കട്ടെ. PT ഹമീദ് ഹാജിയുടെ അടുത്ത സുഹൃത്തുക്കൾ ആയി ആലോചിച്ചു. ആ സ്ത്രീയെ സംരക്ഷിക്കണം. അതിനവൾക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കണം. സുഹൃത്തുക്കൾക്കാർക്കും എതിരഭിപ്രായം ഉണ്ടായില്ല. പക്ഷേ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കടന്നു പോകുന്നു. ഹമി, ഐറിഷ് ഭർത്താവിൻ്റെ അരികത്തിരുന്ന് അരുമയോടെ വിളിച്ചു. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ആവാലോ, പക്ഷേ ഇപ്പോൾ വേണ്ട. സമയം എത്രയെന്നാ? 10 മണി. എനിക്ക് കിടക്കണം. ഹാജിയാർ പതിവ് പോലെ സ്വന്തം മുറിയിൽ കയറി വാതിലടച്ചു. താൻ ഭാര്യയോ വെപ്പാട്ടിയോ വാടകക്കാരിയോ? അവൾ സ്വയം ചോദിച്ചു. അതെ, താനൊരു സ്ത്രീയാണ്. സ്ത്രീ സഹജമായ എല്ലാ ആവശ്യങ്ങളോടും കലഹിച്ച് മനസ്സ് തന്നെ കലങ്ങിപ്പോയവൾ. നീ എന്തിനാടി ഈ കിഴവൻ്റെ കാല് നക്കി ഇങ്ങനെ കിടക്കുന്നത്? വലിച്ചെറിഞ്ഞ് എങ്ങോട്ടെങ്കിലും പോയിക്കൂടെ? കാശും കരുത്തുമുള്ള ഏതെങ്കിലും ഒരു പുരുഷൻ്റെ കൂടെ? അടുത്ത ചങ്ങാതിയായ ആരിഫയുടെ ചോദ്യം. ആരിഫ കാണാൻ അഴകുള്ള, വിദേശത്ത് ജോലി ചെയ്യുന്നവളാണ്. ഭർത്താവ് മറ്റൊരു രാജ്യത്ത് വിദേശ കമ്പനിയിൽ. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി. കുട്ടികളില്ല. നിനക്കെന്താ, കുട്ടികൾ വേണ്ടേ? അതോ നീ മച്ചിയാണോ? ഒരിക്കൽ ഐറിഷ് ചോദിച്ചു. കുട്ടികൾ വേണം, അല്ലെങ്കിൽ മച്ചിയാണോ എന്നറിയണം. അതിനിടെ ഇതിൽ രണ്ടിലൊന്നറിയണേൽ രണ്ടാളും ഒന്നിച്ച് നിൽക്കണ്ടേ? ആരിഫ ജോലി ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ ഒപ്പം നിൽക്കാൻ തയ്യാറാണ്. പക്ഷേ അയാൾക്ക് ഭാര്യയെ ഒപ്പം നിർത്താനോ വല്ലപ്പോഴുമെങ്കിലും ഒന്നിച്ച് താമസിക്കാനോ താല്പര്യമില്ല. വലിയ ബിസിനസ്സുകാരനല്ലേ, എപ്പോഴും കറക്കത്തിലായിരിക്കും. 2-3 വർഷം കൂടുമ്പോഴാണ് തമ്മിൽ കാണുക, അതും 1-2 രാത്രി. എനിക്കറിയാം, അയാൾക്ക് വേണ്ടത് എന്നെയല്ല, ഭാര്യയെയല്ല. അയാൾക്ക് ഒരു പെണ്ണുടൽ മതി. അതിന് ഞാനെന്തിന് തോറ്റു കൊടുക്കണം? ഞാൻ അതിന് പകരം വീട്ടുന്നുണ്ട്. സോ ഐ ആം വെരി ഹാപ്പി. എന്നിട്ട് അവൾ പൊട്ടിച്ചിരിക്കും. ഈ പുരുഷന്മാർ വലിയ സ്വാർത്ഥികളാണ്.
പെണ്ണിനെ മനസ്സിലാക്കുകയില്ല. അതാ നിന്നോട് ഞാൻ പറഞ്ഞത്. നിന്റെ യൗവനം നീ എന്തിനു നശിപ്പിക്കണം? ആരിഫ പറഞ്ഞു കഴിയുമ്പോൾ ഐറിഷ് കരയും, പിന്നെ ചിരിക്കും, പിന്നെയും കരയും. ഹമീദ് ഹാജി എൻ്റെ പപ്പയുടെ സുഹൃത്തായിരുന്നു, ഞങ്ങളുടെ കുടുംബമിത്രം. അല്ല, കാരണവർ. പപ്പ മരിച്ച ശേഷം മരുപ്പുറമ്പായി കിടന്ന എൻ്റെ കുടുംബത്തെ ദൈവത്തെ പോലെ കാത്തത് അദ്ദേഹമാണ്. അദ്ദേഹം ആ പണമൊന്നും തിരിച്ചു ചോദിച്ചില്ല, പകരം എൻ്റെ ജീവിതം ചോദിച്ചു. ഞാനത് സ്വമനസാലെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ യൗവനത്തെക്കുറിച്ച് ആശങ്കപ്പെട്ടില്ല. ഇഷ്ടഭോജ്യമായിട്ടും തൊട്ടു നോക്കാത്ത എൻ്റെ സ്ത്രീത്വം എങ്ങനെ ചവിട്ടി മതിച്ചെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ അന്നും ഇന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അദ്ദേഹം എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ വിശുദ്ധിയിൽ കരി പുരട്ടുകയില്ല. ഐറിഷ്, നിൻ്റെ വേദാന്ത എനിക്കിഷ്ടമായി. പ്രായോഗിക ജീവിതത്തിൻ്റെ അടുപ്പിലും അടുക്കളയിലും കയറ്റാൻ കൊള്ളാത്ത വേദാന്തം നീ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. ആരിഫ, ഞാൻ കന്യാസ്ത്രീ ആകാൻ ആഗ്രഹിച്ച ഒരു ക്രിസ്ത്യാനി പെണ്ണ. ദൈവം ദൈവം മണ്ണാങ്കട്ട. എടി, എൻ്റെ നിൻ്റെ ദൈവമെന്ന് പറയുന്നത് നമ്മൾ തന്നെ. നമ്മൾ വെറും മനുഷ്യർ അല്ല, വെറും പെണ്ണുങ്ങൾ. ജീവിതം നമ്മെ തിരസ്കൃതയാകാൻ നമുക്ക് മനസ്സില്ലെന്ന് പറയണം. അതിന് നിൻ്റെ ഈ വേദാന്തം പറ്റില്ല. പൊരുതണം, എല്ലാ അർത്ഥത്തിലും പൊരുതണം. വയ്യ, എനിക്കൊന്നിനും വയ്യ. ഞാൻ വിശ്വസിച്ചയാൾ എന്നെ ചതിച്ചിരിക്കുന്നു. എനിക്കത് മാത്രമേ അറിയൂ. ഐറിഷ് ആരിഫയുടെ തോളിലേക്ക് ചാഞ്ഞു പൊട്ടിക്കരഞ്ഞു. യാദൃശ്ചികമായിരുന്നു ആ കണ്ടുമുട്ടൽ. പൊതുപ്രവർത്തകയായ ദേവൂട്ടിയും ഐറിഷും ഒരു തീവണ്ടി യാത്രയിലാണ്. ട്രെയിനിലെ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ജനാലക്കരികിൽ മുഖം പൊത്തി വിതുമ്പിക്കരയുന്ന ആ ചെറുപ്പക്കാരിയെ ദേവൂട്ടി ശ്രദ്ധിക്കുന്നത്. കറുത്തുതടിച്ച് കൈവിരൽ നാലിലും മോതിരമണിഞ്ഞ് കഴുത്തോളം നീളുന്ന കാതണിയും സ്വർണ്ണ പാദസരവുമൊക്കെയായി ഏതാണ്ട് 35 കഴിഞ്ഞ പ്രൗഢയായ ആ യുവതിയുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു. ദേവൂട്ടി ഒരൽപ്പം മുന്നോട്ടാഞ്ഞ് അവരോട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, എന്തുപറ്റി? എന്തിനാ കരയുന്നത്? ഏയ്, ഒന്നുമില്ല. കണ്ണിലൊരു കരട് പോയി. ആ കണ്ണീർ കരട് പോയിട്ടല്ല, കരൾ നൊന്തിട്ടാ. കാരണം പറയാൻ മനസ്സിലേക്ക് വേണ്ട. പക്ഷേ കണ്ണു തുറക്കേ, മര്യാദയ്ക്കിരിക്കണം, ആളുകൾ ശ്രദ്ധിക്കുന്നു. ഐറിഷ് കണ്ണുകൾ തുറച്ചുകൊണ്ട് ദേവൂട്ടിയോട് ചോദിച്ചു, എന്നതാ പേര്? എങ്ങോട്ടാ പോകുന്നത്? പേര് ദേവകിക്കുട്ടി. ദേവൂട്ടിന്നാ വിളിപ്പേര്. എവിടെ പോകുന്നു? ആ വലിയ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ദേവൂട്ടി തിരിച്ചു ചോദിച്ചു, മാഡം എങ്ങോട്ടാ? മാഡം എന്ന് വിളിക്കേണ്ട ഐറിഷ്. ഐറിഷ് എന്ന് വിളിച്ചാൽ മതി. എങ്കിൽ ശരി. ഐറിഷ് എങ്ങോട്ടാ? ആലുവ. അല്ല, അങ്കമാലി. ശരിക്കും എങ്ങോട്ടാണെന്ന് പറയണില്ല. ആലുവയോ അങ്കമാലിയോ? ദേവൂട്ടി ചോദിച്ചു. രണ്ടും ശരിയാ, രണ്ടിനും മധ്യത്തിൽ. എവിടെ നിന്നായാലും ദൂരം കണക്കാം. തനിച്ചാണോ? ദേവൂട്ടി, എനിക്കും അതന്നെയാ ചോദിക്കാനുള്ളത്. തനിച്ചാണോ? അതെ, തനിച്ചാണ്. എന്നും തനിച്ചായിരുന്നു. അപ്പോൾ വിവാഹം കഴിച്ചില്ലേ? ഐറിഷ് വിവാഹം കഴിച്ചില്ലേ? കഴിച്ചു. പക്ഷേ തനിച്ചാണല്ലേ? ദേവൂട്ടിയുടെ ചോദ്യം കേട്ട് ഐറിഷ് അമ്പരന്നു. അവൾ അവരുടെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി. ജ്യോത്സ്യമല്ല, കണ്ടപ്പോൾ അങ്ങനെ തോന്നി. അനാഥ ജന്മങ്ങളുടെ ഒരു ലക്ഷണമാണുള്ളത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, വളരെ ശരി. ഞാൻ ഒരു അനാഥയാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എൻ്റെ പപ്പയൊഴിച്ച് എനിക്ക് എല്ലാവരുമുണ്ട്. കുട്ടികൾ? ദേവൂട്ടി ധൃതിയിൽ ചോദിച്ചു. ഇല്ല. അതിന് കാരണങ്ങളുണ്ട്. വിവാഹിതയായ കന്യകയാണ് ഞാൻ. ഐറിഷ്. ദേവൂട്ടി അത്ഭുതത്തോടെ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അല്പനേരത്തേക്ക് അവർ രണ്ടുപേരും ശബ്ദിച്ചില്ല. ക്ഷമിക്കണം, ഹസ്ബൻഡ് ട്രാൻസ്ജെൻഡർ ആണോ? ട്രാൻസ്ജെൻഡർ. ഐറിഷ് ആ പദം ഒന്നുകൂടി ഉച്ചരിച്ചു. ട്രാൻസ്ജെൻഡർ. അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഐറിഷിൻ്റെ നിശബ്ദത തകർത്ത് ദേവൂട്ടി ധൃതിയിൽ പറഞ്ഞു. ശാസ്ത്രം ഒരുപാട് വളർന്നില്ലേ ഐറിഷ്? രണ്ടുപേരും കൂടി ആലോചിച്ച് ഒരു ഓപ്പറേഷനെ പറ്റി ചിന്തിച്ചുകൂടെ? ഐറിഷ് ചിരിച്ചു, ഒരു വല്ലാത്ത ചിരി. അതിന് എൻ്റെ ഭർത്താവ് ഒരു ട്രാൻസ്ജെൻഡർ അല്ലല്ലോ. അദ്ദേഹം പുരുഷനാണ്. എന്നേക്കാൾ 50 വയസ്സ് മൂപ്പുള്ള ഒരു പുരുഷൻ. അതെ, അദ്ദേഹത്തിന് ഇപ്പോൾ 85 വയസ്സുണ്ട്. ഐറിഷ് ചിരിച്ചു. ആ സ്ത്രീയുടെ അസംതൃപ്തിയുടെ ആഴത്തിലുള്ള വിലാപമാണ് ആ ചിരിയെന്ന് ദേവൂട്ടിക്ക് തോന്നി. ഒന്നും ശബ്ദിക്കാതെ ധരിച്ചിരിക്കുന്ന ദേവൂട്ടിയോട് ഐറിഷ് ചോദിച്ചു, എന്താണെന്നൊന്നും മിണ്ടാത്തത്? അത്ഭുതം തോന്നുന്നുണ്ടോ? പാടില്ല. എൻ്റെ പപ്പയുടെ സുഹൃത്തിന് എന്നോട് തോന്നിയ ഒരു കമ്പം. അതിന് അദ്ദേഹം വിലയിട്ടു, വലിയ വില. ഐറിഷിൻ്റെ ശബ്ദം ഇടറി. പിന്നെ ശബ്ദം നിലച്ചു. വരണ്ട കണ്ണുകൾ വഴിയോരത്ത് ഓടിയകലുന്ന പച്ചപ്പിലൊട്ടി നിന്നു. ദേവൂട്ടി പിന്നെ മിണ്ടിയില്ല. മിണ്ടാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല. ഐറിഷ് ദുഃഖവും ദുരിതവും ഊറിപ്പിടിച്ചൊരു ബിംബം പോലെ കണ്ണുകൾ അടച്ചു. ഐറിഷ് അങ്കമാലിയാവുന്നു. ദേവൂട്ടി ഐറിഷിൻ്റെ തോളത്ത് തട്ടി വിളിച്ചു. ആലുവയിലിറങ്ങാം. ഫോൺ നമ്പർ തരാമോ? ഐറിഷ് ചോദിച്ചു. ഓ, പിന്നെന്താ, തരാമല്ലോ. ട്രെയിൻ അങ്കമാലി സ്റ്റേഷനിൽ കിതച്ചുകൊണ്ട് നിന്നു. അല്ലെങ്കിൽ ഞാനിവിടെ ഇറങ്ങിയേക്കാം. ഐറിഷ് കയ്യിലുണ്ടായിരുന്ന ചെറിയ ബാഗ് തോളിൽ തൂക്കി ധൃതിയിൽ ട്രെയിനിൽ നിന്നിറങ്ങി. ഞാൻ വിളിക്കും, അപ്പോൾ എന്നെ മറന്നേക്കരുത്. അവൾ നടന്നു നീങ്ങുന്നത് നോക്കിയിരുന്നു ദേവൂട്ടി. അവളുടെ മനസ്സിലപ്പോൾ കണ്ണീർ കനം തൂങ്ങി നിന്നു. സലോമി കട്ടിലിൽ മൂടി പൊതിച്ച് കിടപ്പുത്തിറങ്ങിയിട്ട് നാളേറെയായി. അസുഖം എന്താണെന്ന് ചോദിച്ചാൽ അവൾക്കറിയും.
അവൾ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു. റോസാതളം പോലെയിരുന്ന കവിളുകൾ ഒട്ടി കരുവാളിച്ച് തോല് ചുളിഞ്ഞ് വികൃതമായിരിക്കുന്നു. പളുങ്കു പോലിരുന്ന കണ്ണുകൾ പീളം കെട്ടി സദാ നീരൊലിച്ചു കൊണ്ടിരിക്കുന്നു. വീടിൻ്റെ പ്രൗഢിയൊക്കെ പോയെങ്കിലും വീടിൻ്റെ എടുപ്പിനൊരു മാറ്റവുമില്ല. ജോർജ് നാട്ടിൽ വന്ന സമയം അതൊക്കെയൊന്ന് പുതുക്കി മോടിയാക്കിയിട്ടുണ്ട്. ഡാഡി കൈവിട്ട് കളഞ്ഞ ഭൂമി പലതും ജോർജ് തിരിച്ചു പിടിച്ചു സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാവൽക്കാരും കൈകാര്യക്കാരും ഭാര്യ വീട്ടുകാരാണ്. അമ്മയ്ക്ക് അല്പം പണം വയ്ക്കുന്നത് റേ കുട്ടനാണ്. ഭാര്യയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ടോമി നാട്ടിലേക്ക് വരാറേയില്ല. അവൻ പറയും, അയറിന് ജോലിയില്ലേ, കുട്ടികളും കുടുംബവും ഒന്നുമല്ല താനും, അമ്മച്ചിയെ നോക്കാൻ അവർക്കറിയാം. ശരിയാണ്, ഐറിഷ് കോളേജ് അധ്യാപികയാണല്ലോ. മാത്യൂസിൻ്റെ കുടുംബ സുഹൃത്തിൻ്റെ കാരുണ്യം കരകയറിയ സഹോദരങ്ങൾക്കത്രേ അറിയൂ. ഐറിഷ് തൻ്റെ സങ്കടങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. പറയാൻ പറ്റുന്ന കാര്യമാണോ? പക്ഷേ നാത്തൂന്മാർ അടക്കത്തിൽ ചോദിക്കും, നീ എന്താടി കെട്ടാത്തത്? എന്നെ കെട്ടിക്കാനുള്ള ബാധ്യത എൻ്റെ അമ്മയ്ക്കും ആങ്ങളമാർക്കും അല്ലേ? നിങ്ങൾ ചോദിക്ക്, എന്നെ കെട്ടിക്കാത്തത് എന്താണെന്ന്. നിൻ്റെ ഹാജിയാരൊന്നും പറഞ്ഞില്ലേ? അയാളെന്ത് പറയാൻ? അയാളെൻ്റെ അപ്പനൊന്നുമല്ലല്ലോ. അല്ലേ? എങ്കിൽ പിന്നെ നീ എന്തിനാടി അയാളുടെ കാലിൽ നോക്കി അവിടെ കിടക്കണേ? മൂത്ത നാത്തുവിൻ്റെ ചോദ്യം. അതെന്തിനാണെന്ന് കെട്ടിയനോട് പോയി ചോദിക്ക്. കിട്ടിയ ജോലി കളഞ്ഞ് കൂട്ടുകച്ചവടത്തിന് പോയതിൻ്റെ ഫലം പറഞ്ഞില്ലേ? 3 വർഷമായി ജയിലിൽ കിടക്കണം. ഇറക്കിക്കൊണ്ടുവരാൻ 3 കോടി വേണം. ആര് തരും? ആരോട് ചോദിക്കും? പറച്ചെടുത്തി. അതിനുവേണ്ടി ഒരാഴ്ചയായി ഞാൻ അയാളുടെ കാല് നക്കിക്കൊണ്ടിരിക്കുക. എന്തിനാ കാല് നക്കണേ? നീ പണിയെടുക്കണില്ലേ? അതേ കൂട്ടിക്കോളാൻ പറയണേ. അത് ശരി, നിങ്ങൾക്കും കെട്ടനും ഞാനൊരു കറവപ്പയ്യാണല്ലേ? അങ്ങനെ ആയിക്കോട്ടെ, മേലിൽ കെട്ടുകാരും പറഞ്ഞേക്കരുത്. ഐറിഷ് കോപം കൊണ്ട് വിറച്ചു. ഭൂമി വട്ടം കറങ്ങുകയാണ്. തൻ്റെ സങ്കടം ആരും മനസ്സിലാക്കുന്നില്ല. സഹോദരങ്ങൾ തന്നെക്കുറിച്ച് ഓർക്കുന്നു പോലുമില്ല. നേർച്ചക്കോഴിയല്ലേ? അന്നദാതാവായ ഹാജിയാർക്ക് അവളെ കൊല്ലുകയോ വളർത്തുകയോ ചെയ്യാം. അവൾ നശിക്കുകയോ ജീവിക്കുകയോ ചെയ്യട്ടെ. 5 ആങ്ങളമാരുടെ കുഞ്ഞിപ്പങ്ങൾ മരിച്ചു ജീവിക്കുന്നു. അല്ല, ജീവിക്കാതെ മരിക്കുന്നു. മരണം, അതെ, അവൾ മരിച്ചു. എന്നേ മരിച്ചു. മരണം മനഃപൂർവ്വം വാരി അണിഞ്ഞവൾ. മഹാമാലാക അല്ലേ? ഐറിഷ് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ബന്ധപ്പാടിൽ പിറകിൽ നിന്നൊരു വിളി. ഐറിഷ് തിരിഞ്ഞു നോക്കി. ആര്? വീണ്ടും ആ വിളി. ഐറിഷ് പുറത്തു കടന്ന് തിരിഞ്ഞു നോക്കി. അതാ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നവീൻ. അത് നവീൻ തന്നെയോ? സംശയിച്ചു. അതെ അതെ, സ്കൂളിലും കോളേജിലും ഒപ്പമുണ്ടായിരുന്ന സഹപാഠി. അല്ല, സന്തത സഹചാരിയായിരുന്ന അരുമ ചങ്ങാതി. എപ്പോഴും പ്രസരിപ്പോടെ ഓടി നടന്ന കോളേജ് യൂണിയൻ പ്രവർത്തകൻ. ഇംഗ്ലീഷിൽ ഭംഗിയായി സംസാരിക്കുമായിരുന്ന മിടുക്കൻ നവീൻ. ഐറിഷ്. ഹലോ നവീൻ. നവീൻ തന്നെയല്ലേ? എന്തത്ര സംശയം? മറന്നു പോകാൻ മാത്രം അന്യനാണോ ഞാൻ? നവീൻ തെല്ല് പരിഭവത്തോടെ ചോദിച്ചു. അതൊക്കെ ഇരിക്കട്ടെ, താനെ എവിടെയായിരുന്നു ഇത്രയും കാലം? അല്ല, കന്യാസ്ത്രീയാകുമെന്ന് പറഞ്ഞിരുന്നല്ലോ, എന്നിട്ട്? ഐറിഷ് നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നവീൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആ പഴയ പ്രസരിപ്പ് എങ്ങോ മാഞ്ഞു പോയിരിക്കുന്നു. അവൻ്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന ചെമ്പൻ മുടിയിൽ നരയുടെ ഇഴകൾ. കൺതടങ്ങൾ കരുവാളിച്ച് ഇടുങ്ങിയ കണ്ണുകൾ നിറം കെട്ടിരിക്കുന്നു. എന്തു പറ്റി നവീൻ? നീ ആകെ മാറിയിരിക്കുന്നു. ഏയ്, ഒന്നുമില്ല. താൻ കന്യാസ്ത്രീ ആയില്ലേ? ഐറിഷിൻ്റെ മനസ്സിടിഞ്ഞു. അവൾ വിഷയം മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. തൻ്റെ വിവാഹം കഴിഞ്ഞോ നവീൻ? അത് ചോദിക്കുമ്പോൾ ഐറിഷിൻ്റെ ശബ്ദം വല്ലാതെ നേർത്തിരുന്നു. അവളുടെ മുഖം ഒടിഞ്ഞു തൂങ്ങി. എന്താ എന്താ ചോദിച്ചേ? നവീൻ തിടുക്കപ്പെട്ടു. അല്ല, തൻ്റെ വിവാഹം. ഐറിഷ് വാക്യം മുഴുമിക്കാതെ നവീൻ്റെ മുഖത്തേക്ക് നോക്കി. അയാളുടെ മുഖം ചുവന്നു, കണ്ണുകൾ ചുരുങ്ങി, 2 തീക്കട്ട പോലെ. അത് ഐറിഷിൻ്റെ മുഖത്തേക്ക് തെറിച്ചു വീണു. ഞാൻ വിവാഹം കഴിച്ചോന്നറിയണം അല്ലേ ഐറിഷ്? ഓർമ്മയില്ലേ തനിക്ക്? നവീൻ്റെ ശബ്ദമുയർന്നു. നവീൻ, ഇത് റെയിൽവേ സ്റ്റേഷനാണ്. അറിയാം. അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇത് കോളേജ് ക്യാമ്പസാണ്. ഇവിടെ നമ്മൾ 2 ആൾ മാത്രമല്ലെന്ന് ഓർക്കണം. മറന്നിട്ടില്ലല്ലോ? നവീൻ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഐറിഷ് അത് ശ്രദ്ധിക്കാതെ മെല്ലെ നടന്നു. സ്റ്റേഷന് പുറത്ത് ഓട്ടോ സ്റ്റാൻഡിൽ അപരിചിതയെ പോലെ നിന്നു. നവീൻ പിന്നാലെ എത്തി ഐറിഷിൻ്റെ തോളത്ത് തൊട്ടു. ഐറിഷ് പെട്ടെന്ന് അയാളിൽ നിന്നകന്നു നിന്നു. ക്ഷമിക്കണം, കന്യാസ്ത്രീ ആണെന്ന് ഓർത്തില്ല. പ്ലീസ് നവീൻ, നമ്പർ തരൂ, ഞാൻ വിളിക്കാം. നമുക്ക് സൗകര്യമായി കാണാം. ഐറിഷ് കെഞ്ചി. കാണണമെന്നില്ല ഐറിഷ്, ഞാൻ തന്നെ എപ്പോഴും കാണുന്നുണ്ട്. താനായിരുന്നല്ലോ എൻ്റെ കാഴ്ചയും കണ്ണുകളുമൊക്കെ. എന്നിട്ട് എൻ്റെ 2 കണ്ണുകളും കുത്തിപ്പൊട്ടിച്ച് എന്നെ അന്ധകാരത്തിലാക്കിക്കൊണ്ട് താൻ പറുദീസിലേക്ക് നടന്നുപോയി അല്ലേ ഐറിഷ്? സത്യമല്ല നവീൻ, ഞാനെല്ലാം പറയാം. പക്ഷേ ഇപ്പോഴെനിക്ക് പോകണം. പോയേ പറ്റൂ. അന്ന് പോയത് എന്നോട് അനുവാദം ചോദിച്ചിട്ടാണോ? അല്ലല്ലോ. ഇന്നും ആ സ്വാതന്ത്ര്യമുണ്ട്. നവീൻ. ഐറിഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അടുത്ത് കണ്ട ഓട്ടോറിക്ഷയിൽ കയറി. ഓട്ടോ നീങ്ങുമ്പോൾ അവൾ നവീനെ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഒരു മയിൽക്കുറ്റി പോലെ അയാൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അന്നും ഇങ്ങനെ തന്നെയായിരുന്നു. കോളേജ് അങ്കണത്തിലെ വാഗമരച്ചോട്ടിൽ തൻ്റെ മുന്നിൽ മുഖം കുനിച്ചു നിന്ന ഐറിഷിൻ്റെ കണ്ണുകൾ തൂവി നിലത്തെ പൂഴിമണ്ണിൽ വീണ് ഉടയുന്നത് നോക്കി നിസ്സഹായനായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ആ നിമിഷം അവളെ വാരി പുണരണമെന്നുണ്ടായിരുന്നു. മനസ്സതിന് വല്ലാതെ തിടുക്കപ്പെട്ടു.
പക്ഷേ പാടില്ല. അവൾ സന്യാസ ജീവിതത്തിലേക്ക് നടന്നു നീങ്ങുന്ന കന്യകയാണ്. അവളുടെ വിരൽത്തുമ്പ് പോലും സ്പർശിച്ച് അശുദ്ധമാക്കാൻ പാടില്ല. കർത്താവിൻ്റെ മണവാട്ടിയാകാൻ പോകുന്നവൾ. മണവാട്ടി നിത്യബ്രഹ്മചാരിയായ നൈഷ്ഠിക യോഗിനി, സാക്ഷാൽ ക്രിസ്തുദേവൻ്റെ മണവാട്ടി. അദ്ദേഹത്തിന് എത്രയെത്ര മണവാട്ടിമാർ! നെഞ്ചിൽ നഷ്ടപ്രണയത്തിൻ്റെ നെരിപ്പോടുമായി വൈദവ്യത്തിൻ്റെ ആകുലതയോടെ ബ്രഹ്മചര്യത്തിലേക്ക് പ്രവേശിക്കുന്ന കന്യകാ മണവാട്ടിമാർ. അത് ഐറിഷിൻ്റെ തീരുമാനമായിരുന്നില്ല. ജീവിതത്തിൻ്റെ പൊറുതിക്കേടുകൾ അവളെ അതിന് പ്രേരിപ്പിച്ചിരിക്കാം, അഥവാ മതപൗരോഹിത്യം അവളെ അതിന് നിർബന്ധിച്ചിരിക്കാം. അതുമല്ലെങ്കിൽ പ്രാരാബ്ദങ്ങളുടെ ചങ്ങലക്കൂട്ടങ്ങൾ അവളെ ബന്ധനത്തിലാക്കിയിരിക്കാം. പക്ഷേ അവളൊന്നും പറഞ്ഞില്ല. കർത്താവിൻ്റെ മണവാട്ടിയാവുക, അതൊരു അന്തസ്സല്ലേ? ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ഒരു പുരോഹിതനോ കന്യാസ്ത്രീയോ ഉണ്ടാവുക എന്നത് മതപരമായ ഔന്നത്യമാണ്, അംഗീകാരമാണ്. ആ കുടുംബം തന്നെ ആദരിക്കപ്പെടുകയാണ്. കുബേരനായിരുന്ന മാത്യൂസിൻ്റെ ഒരേയൊരു മകൾ സോമനസാലെ നിത്യബ്രഹ്മചര്യത്തെ ആശ്ലേഷിക്കാൻ പോകുന്നു. അതിനവൾ സർവ്വസമ്മതം മൂളി. എല്ലാ ബന്ധങ്ങളെയും വിച്ഛേദിച്ച് പരിത്യാഗത്തിൻ്റെ ഭ്രമണപഥത്തിലേക്ക് പ്രയാണം ചെയ്യാൻ പോകുന്നു. നവീനെ വിശ്വസിക്കാനാവുന്നില്ല. തൻ്റെ കളിക്കൂട്ടുകാരിയായിരുന്ന, തൻ്റെ സഹപാഠിയായിരുന്ന, തൻ്റെ സുഹൃത്തായിരുന്ന, തൻ്റെ കരൽക്കുടനയിൽ മനഃപൂർവ്വം കടന്നിരുന്ന ആ കുഞ്ഞു പൂത്തുമ്പിയെ കയ്യൊഴിയാൻ വയ്യ. തൻ്റെ ഹൃദയ സരസിൽ വിരിഞ്ഞു നിന്ന വെള്ളാമ്പൽ പൂവിനെ പിഴുതെറിയുന്നതെങ്ങനെ? പക്ഷേ ഒന്നും ചെയ്യാനായില്ല. അത് കൂമ്പിപ്പോയി. അല്ല, അതിൻ്റെ തണ്ടൊടിഞ്ഞ് നിലയില്ല കയത്തിൽ തല തല്ലി വീണു. അതെ, തല തല്ലി വീണു. ഐറിഷ്, ആരാണയാൾ? ഒരിക്കൽ ഹമീദ് ഹാജിയുടെ കാറിൽ വന്നിറങ്ങിയ ഐറിഷിനോട് നവീൻ ചോദിച്ചു. ആര്? നിൻ്റെ ഒപ്പം കാറിലിരുന്ന ആ ആൾ? ഓ, അതോ? അതെൻ്റെ പപ്പയുടെ സുഹൃത്താ, ഹമീദ് അങ്കിൾ. ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് കരുതിയതാ. നീ മിക്കവാറും അയാളുടെ കാറിൽ വരുന്നത് കാണാം. യെസ്, അങ്കിൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാ. എൻ്റെ പപ്പയുടെ ഡിയർ ഫ്രണ്ടാ. ഓ, അത് ശരി. നിന്നെ അയാളുടെ കൂടെ ഷോപ്പിങ്ങിനും സിനിമയ്ക്കൊക്കെ കാണാറുണ്ടെന്നും എൻ്റെ പപ്പ പറഞ്ഞു. ഓക്കെ, അതിനെന്താ? അങ്കിളിന് എന്നെ വലിയ ഇഷ്ടമാണ്. അന്ന് അവർ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂൾ. മിക്സഡ് ക്ലാസ് ആണെങ്കിലും പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ സംസാരിക്കാൻ പോലും വിലക്കുണ്ടായിരുന്നു. ഹെഡ് മാസ്റ്റർ ഫാദർ ഇടിക്കുളയെ കുട്ടികൾ ഇടിക്കട്ട എന്ന് കളിയാക്കിയിരുന്നു. എങ്കിലും ചില കുട്ടികളെ ഫാദറിന് വലിയ ഇഷ്ടമായിരുന്നു. അതിലൊരുവൾ ഐറിഷായിരുന്നു. നന്നായി പാടുകയും നന്നായി വരയ്ക്കുകയും ചെയ്തിരുന്ന ഐറിഷിനെ സ്കൂളിലെ എല്ലാ അധ്യാപകരും ഇഷ്ടപ്പെട്ടു. മാത്രമല്ല, കോൺവെൻറ്റിൽ താമസിച്ച് പഠിക്കുകയും നന്നായി പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ദൈവഭയമുള്ള നല്ല തറവാടിത്തമുള്ള ക്രിസ്ത്യാനി പെണ്ണിനെ ഏതൊരു ക്രിസ്ത്യാനിയാണ് ഇഷ്ടപ്പെടാതിരിക്കുക? പള്ളിയിലെ കൊയറിൽ സ്ഥിര സാന്നിധ്യമായ ഐറിഷിനെ പുരോഹിതവർഗം ഇഷ്ടപ്പെട്ടതിൽ അത്ഭുതപ്പെടാനില്ല. ഐറിഷ്, ഒരിക്കൽ നവീൻ ഐറിൻ്റെ തോളത്ത് തൊട്ടുകൊണ്ട് ചോദിച്ചു. നിനക്കെന്നെ ഇഷ്ടമാണോ? അതെ, ഇഷ്ടമാണ്. എങ്ങനെയുള്ള ഇഷ്ടം? നവീൻ്റെ കൗമാരക്കണ്ണുകൾ മിനുങ്ങുപോലെ പ്രകാശിച്ചു. നീ എൻ്റെ മമ്മിയുടെ കൂട്ടുകാരിയുടെ മോനല്ലേ? നീന ആൻറ്റിയെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഐറിഷിൻ്റെ ചുണ്ടിൽ നേരിയ ചിരി വിടർന്നു. എടി പൊട്ടി, നീ സിനിമ കാണാറില്ലേ? ഇല്ല. കോൺവെൻറ്റിൽ എവിടുന്നാ നവീൻ സിനിമ? അപ്പോൾ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ സിനിമയ്ക്ക് പോകാറില്ല? നിനക്കതൊന്നും അറിയില്ല നവീൻ. എൻ്റെ മമ്മി രാജകുമാരിയെ പോലെയാ വളർന്നതും ജീവിച്ചതും. എൻ്റെ പപ്പയും പണക്കാരനായിരുന്നു. പക്ഷേ ഇപ്പോഴതല്ല സ്ഥിതി. നീനാൻറ്റി ഒന്നും പറഞ്ഞില്ലേ? അതിന് മമ്മി ഇവിടെ ഇല്ലല്ലോ. പപ്പയും മമ്മിയും അമേരിക്കയിലാണ്. ഇവിടെ എൻ്റെ ഗ്രാൻഡ്മ ഒറ്റയ്ക്കാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ. അത് ശരി. എനിക്കതൊന്നും അറിയില്ല നവീൻ. അപ്പോൾ നിനക്കെന്നെ ഇഷ്ടമാണല്ലേ? പിന്നല്ലാതെ. നീ എൻ്റെ ഫ്രണ്ടല്ലേ? നീ എനിക്ക് വെറും ഫ്രണ്ടല്ല കേട്ടോ. നീ എൻ്റെ ലവറാ. ലവറോ? അതെന്തോന്ന്? നമ്മൾ കുട്ടികളല്ലേ. ലവ് ചെയ്യാനുള്ള പ്രായമൊന്നും ആയില്ലല്ലോ നവീൻ. ഇഡിയറ്റ്. എടി, ലവ് ചെയ്യുന്നത് പ്രായം നോക്കിയാണോ? അതൊക്കെ അറിയണമെങ്കിലേ പുസ്തകം വായിക്കണം, സിനിമ കാണണം, പിന്നെ നല്ല ഫ്രണ്ട്സും വേണം. ഇതെവിടെ? പള്ളിക്കൂടം, ബൈബിള്, പാഠപുസ്തകം, പാട്ട്, പ്രാർത്ഥന, വരപ്പ്, പാട്ട്. നിനക്കൊരു കൂട്ടുകാരി പോലുമില്ല. എപ്പോഴും ആ ക്ലാര സിസ്റ്ററുടെ കൂടെ കാണാം. അല്ലാച്ച അൾത്താരയ്ക്ക് മുന്നിൽ. വിഡ്ഢി. നവീൻ, വേണ്ട. എനിക്കിതിലൊന്നും താല്പര്യമില്ല. ഇല്ലേ? വേണ്ട. പക്ഷെ ഞാൻ നിന്നെ ലവ് ചെയ്യുന്നു. അതായത് എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, പ്രേമാണെന്ന്. അവളവനെ തള്ളി മാറ്റി. ഓടിപ്പോയപ്പോൾ നവീൻ ഓർത്തു. താൻ പറഞ്ഞത് ശരിയാണ്. എനിക്ക് ഇവളെ, ഈ മാലകയെ വളരെ ഇഷ്ടമാണ്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും മനസ്സിൽ അവൾ വന്നു നിറയുന്നു. അവളുടെ മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല. ഇതെന്തൊരത്ഭുതം! ഇതാണോ പ്രേമം? ആവോ, അറിയില്ല. പക്ഷേ ഐറിഷ്, അവളോട് എനിക്ക് എന്തോ മറ്റാരോടുമില്ലാത്ത ഒരടുപ്പം, ഒരിഷ്ടം. എപ്പോഴും കാണണം, കണ്ടുകൊണ്ടേയിരിക്കണം, എന്നും ഒപ്പമുണ്ടാകണം. അതാണോ ലവ് എന്ന് പറയുന്നത്? അറിയില്ല. ഐറിഷ്, സത്യം, ഐ ലവ് യു. പരീക്ഷ വന്നു. ഐറിഷിനെ പലപ്പോഴും കണ്ടു. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം കാണാതിരിക്കുമ്പോഴാണ്. അവളെ ഓർത്തുകൊണ്ട് എത്ര സമയം വേണമെങ്കിലും തള്ളി നീക്കാം.
നെടുവീർപ്പുകൾ, സ്വപ്നങ്ങൾ, കൊച്ചുമോഹങ്ങൾ എല്ലാം ആരുടെങ്കിലും ഒന്ന് പറയാൻ കഴിഞ്ഞെങ്കിൽ. വയ്യ, അതൊക്കെ വലിയ പുലിവാലാകും. ചിലപ്പോൾ ഐറിഷ് പിണങ്ങാനും അത് മതി. തൻ്റെ ഇഷ്ടം ഞാൻ അവളോട് തുറന്നു പറഞ്ഞു. പക്ഷേ അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഏതായാലും ഒന്നുകൂടി ചോദിച്ചു ഉറപ്പിക്കണം. അതിനുവേണ്ടിയാണ് അന്ന് ആ ഞായറാഴ്ച അവിടെ കാത്തുനിന്നത്. പള്ളി കഴിഞ്ഞ് മടങ്ങാൻ 11 മണിയാകും. പിന്നെ സൺഡേ സ്കൂൾ. അവൾ കുട്ടികൾക്ക് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ മുടക്കം തനിച്ചായിരിക്കും. സൗകര്യമായി സംസാരിക്കാം. അവളുടെ ഉള്ളിലിരിപ്പ് അറിയണമല്ലോ. പരീക്ഷ കഴിഞ്ഞാൽ കാണാൻ സൗകര്യപ്പെടില്ല. അവളുടെ പഠിപ്പ് എവിടെയായിരിക്കുമെന്നറിയില്ല. മമ്മി തന്നെ ചിലപ്പോൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനും മതി. ഗ്രാൻഡ്മയെ നോക്കാൻ 2 ഹോം നേഴ്സുണ്ട്. അവൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല. ആകെ ഒന്നേയുള്ളൂ. അവനെ കൊണ്ടുപോകണം. വേണ്ടി വന്നാൽ അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കാം. നമുക്കവിടെ സെറ്റിൽ ചെയ്യാം. മമ്മിയും പപ്പയും തമ്മിലുള്ള സംസാരം നവീൻ കേട്ടു. അമേരിക്കയിലേക്ക് പോകാനേ വയ്യ. ഐറിഷിനെ ഇവിടെ വിട്ട് എങ്ങോട്ടുമില്ല താൻ. പരന്നു കിടക്കുന്ന കുറ്റിക്കാടുകൾക്ക് മീതെ നീലനിറത്തിൽ ആകാശം. പറന്നു പോകുന്ന വെൺമേഘക്കെട്ടുകൾ. ആകാശത്തിൻ്റെ ആഴങ്ങളിൽ മുഴുകി അവൾ വരുന്ന വഴിയിലേക്ക് നോക്കി നിന്നു. കാറ്റ് വീശുന്നുണ്ട്. കാട്ട് തെച്ചി പൂത്തുലഞ്ഞ് ചെമ്പട്ട് വിരിപ്പ് പോലെ അങ്ങിങ്ങും കാണപ്പെട്ടു. അകലെ കുന്നിൻ ചെരുവിൽ കാലികൾ മേയുന്നു. എന്താ, കിനാവ് കാണാണോ? പെട്ടെന്ന് പൊട്ടി വീണതുപോലെ മുന്നിൽ ഐറിഷ്. എന്താ ഇവിടെ? ഞാൻ ഐറിഷിനെ കാത്തു നിന്നതാ. എന്തിന്? ഞാനിതുവഴിയല്ല വരവും പോക്കും. ഇന്ന് യാദൃശ്ചികമായി വന്നതാ. ഈ കുറ്റിക്കാട്ടിലൂടെ ഏകാഗിയായി നടക്കുന്നത് എനിക്കിഷ്ടമാണ്. എൻ്റെ ഭാഗ്യം. ഞാൻ ഐറിഷിനെ തനിച്ചൊന്ന് കാണാൻ വേണ്ടി കുറേ സമയമായി കാത്തു നിൽക്കുന്നു. നമുക്ക് സ്കൂളിൽ വെച്ച് കാണാമായിരുന്നല്ലോ. കാണാം, പക്ഷേ എപ്പോഴും ആ കുരിശ് കൂടെ ഉണ്ടാകുമല്ലോ. കുരിശോ? അതാരാ? ഐറിഷ് ചിരിച്ചു. ആ സിസ്റ്റർ. ഓ, ക്ലാര സിസ്റ്റർ. പാവമാണ്. കുറേ ലേറ്റായിട്ടാണ് മഠത്തിൽ ചേർന്നത്. പഠിക്കാൻ വൈകി. പ്രൈവറ്റായിട്ട് എഴുതാനാ ക്ലാസ്സിൽ വരുന്നത്. നോക്ക്, പൊരിഞ്ഞ വെയില. വാ നടക്കാം. ഐറിഷ് നടന്നു. നിൽക്ക്. അവൻ അവളുടെ തോളിൽ പിടിച്ചു നിർത്തി. നവീൻ, ഞാൻ കന്യാസ്ത്രീ ആകാൻ തീരുമാനമെടുത്ത പെൺകുട്ടിയാണ്. തൊട്ട് കളിക്കരുത്. നവീൻ പൊള്ളലേറ്റതുപോലെ കൈ പിൻവലിച്ചു. കന്യാസ്ത്രീ ആവാണോ? അവൻ്റെ ശബ്ദമിടറി. അത് പറ്റില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. സമ്മതമോ? നവീൻ്റെ. എൻ്റെ പോലും സമ്മതം ചോദിച്ചില്ല. എല്ലാം അവർ തീരുമാനിച്ചു. മടക്കാർ, മദർ സുപ്പീരിയർ എന്നോട് അവരുടെ തീരുമാനം പറയുകയായിരുന്നു. SSLC കഴിഞ്ഞാൽ ഐറിഷ് നമ്മുടെ കോളേജിൽ ഡിഗ്രിക്ക് ചേരും. ഡിഗ്രി പൂർത്തിയാക്കും മുൻപ് ചിലപ്പോൾ ഇറ്റലിക്ക് പോകേണ്ടി വരും. അവിടെ പഠനം തുടരാം. സഭയിൽ ചേർന്ന് സഭാ പഠനവും നടത്താം. അത് മമ്മി കുട്ടികൾ. ഓ അതോ? ഞാൻ സലോമിയോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് തന്നെ കഴിഞ്ഞുകൂടാൻ പ്രയാസം. കെട്ടുപ്രായം തികയുന്ന ഒരു പെണ്ണ് സലോമിക്ക് ഒരു ഭാരമായിരിക്കും. ഭാരം? ഞാൻ എൻ്റെ മമ്മിക്ക് ഒരു ഭാരമോ? ഐറിഷ് അന്താളിച്ചു. കർത്താവിൻ്റെ വഴി മറ്റെന്തിനേക്കാൾ എനിക്ക് പ്രിയമാണ് മദർ. അതിന് മദർ സുപ്പീരിയർ മറുപടി പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഉടനെ അവരെന്നെ കൊണ്ടുപോകും. നവീൻ. ഐറിഷ് നെടുവീർപ്പിട്ടുകൊണ്ട് നവീൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ അവൻ അവളുടെ മുന്നിൽ നിന്നു. ഐറിഷ്, ഞാനൊരു ഭൗതികവാദിയാണ്. എൻ്റെ മതവും എൻ്റെ ജീവിതവും ഞാൻ തന്നെ സൃഷ്ടിക്കുന്നതാണ്. മനുഷ്യൻ അവൻ്റെ സ്വാഭാവികമായ ജീവിതാവസ്ഥയെ നിരാകരിച്ചുകൊണ്ട് സ്വർഗമെന്ന മിഥ്യയ്ക്ക് വേണ്ടി വാശി പിടിക്കുന്നു. ബ്രഹ്മചര്യവും ഈശ്വര സേവയുമൊക്കെ ഭൗതിക ജീവിതത്തിലും സാധ്യമാക്കാവുന്നതേയുള്ളൂ ഐറിഷ്. നവീൻ വാചാലനായി. അയാളുടെ കണ്ണുകൾ അസാധാരണമാം വിധം തിളങ്ങി. ഐറിഷിന് ശബ്ദമുണ്ടായില്ല. അവളുടെ മാറിടം ഉയർന്നു താന്ന് കൺപോളകൾ നനഞ്ഞു. ഞാൻ പോട്ടെ നവീൻ. എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. അവളുടെ ശബ്ദമിടറി. ഐറിഷ്. നവീൻ്റെ കൈകൾ നീണ്ടു. പക്ഷേ വിരൽത്തുമ്പ് വിറച്ച് ഐറിഷിൻ്റെ തോളോളം എത്തിയ കൈത്തലം പിൻവലിഞ്ഞു. ഞാൻ കരഞ്ഞു പോകും നവീൻ. പോട്ടെ. ഐറിഷ് നിലത്തൊട്ടിയിരുന്ന കാലുകൾ പറിച്ച് ചിറകുടഞ്ഞ പക്ഷിയെപ്പോലെ പറക്കുകയായിരുന്നു. ഐറിഷ് നിൽക്ക്. ഐറിഷ്. നവീൻ ആർത്ത് വിളിച്ചുകൊണ്ട് പിന്നാലെ ഓടിയെങ്കിലും ഐറിഷ് നിന്നില്ല. നൂല് പൊട്ടിയ പട്ടം പോലെ അവളങ്ങനെ പാറിപ്പോവുകയായിരുന്നു. പിന്നെ കേട്ടു ഐറിഷ് ഒരു കോളേജിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നെന്ന്. നവീൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നുകൊണ്ട് ആ അറിവിനെ മാറ്റുകൂട്ടി. ഏതോ കന്യാസ്ത്രീ മഠത്തിൻ്റെ മാനേജ്മെൻറ്റാണത്രേ. സെൻറ്റ് തെരേസസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ദൈവമേ, അവൾ പിന്നെയും ഒരു മഠത്തിൽ തന്നെയാണല്ലോ ചേക്കേറിയിരിക്കുന്നത്. അവളുടെ കാലുകൾക്ക് മാത്രമല്ല, ജീവിതം തന്നെ ചങ്ങലയിൽ കുടുങ്ങുകയാണ്. ഐറിഷ്. ഒരു പാട്ടുകാരി എന്നതിലുപരി ഒരു പ്രത്യേകതയുമില്ലാത്ത ഒരു സാധാരണ പെണ്ണ്. പക്ഷേ ഒരു വളപ്പൊട്ട് പോലെ അവളെൻ്റെ മനസ്സിൽ വീണ് കിടക്കുന്നു. അവളുടെ ആഴത്തിലുള്ള കണ്ണുകളിൽ അലയടിക്കുന്ന സങ്കടങ്ങൾ. അമ്മയിൽ നിന്നുള്ള അറിവാണ് സമൂഹത്തിൽ പടർന്നു നിന്ന ഒരു പെരുമരം പട്ടുപോയിരിക്കുന്നു. അതിൽ ചേക്കേറിയിരുന്ന മാത്യുസിൻ്റെ കുടുംബം ചില്ലപ്പൊട്ടി കൂട് തകർന്നു പോയി. മാത്യുസിൻ്റെ മരണം വൃത്തികെട്ട രാഷ്ട്രീയത്തിൻ്റെ കുടിലതകളിൽപ്പെട്ട് പൊട്ടിയ കളിപ്പാട്ടം പോലെ തിരസ്കരിക്കപ്പെട്ടു. കൂട്ടുകാർക്കും കൂടെ നിന്നവർക്കും വാരിക്കോരി കൊടുത്ത മാത്യുസിൻ്റെ ഭാര്യ സലോമി.
ദുഷ്പേരും ദുരാരോപണവുമായി ജീവിതത്തോട് മല്ലടിക്കുകയാണ്. അതൊന്നും നവീനൊരു പ്രശ്നമേയല്ല. മനസ്സിലൊരു മഴപ്പാറ്റ് പോലെ പറന്നു വന്നവളല്ല ഐറിഷ്. മാരിവിൽ പോലെ തെളിഞ്ഞു നിറഞ്ഞവളാണ്. അവൾ എപ്പോഴും ഏകാകിനിയായിരുന്നു. സുഹൃത്തുക്കളോ കാമുകന്മാരോ ഇല്ലാതിരുന്ന ഒരു പാവം നാട്ടിൻ പുറത്തുകാരി ക്രിസ്ത്യാനി പെണ്ണ്. പക്ഷേ അവൾ നവീൻ്റെ സുഹൃത്തായി, സന്തത സഹചാരിയായി, സങ്കോചനങ്ങളില്ലാത്ത സങ്കടങ്ങൾ പങ്കുവയ്ക്കുന്ന അരുമ ചങ്ങാതിയായി. പിന്നെപ്പോഴോ മനസ്സിൻ്റെ ആഴങ്ങളിൽ വേരുറപ്പിച്ച് സ്വപ്നങ്ങളുള്ള ജലപ്പരപ്പിലേക്ക് വളർന്നു വിടർന്ന വെള്ളാമ്പൽ പോലെ മോഹിപ്പിച്ചവൾ. ഇനി വയ്യ, അവളില്ലാതെ വയ്യ. നവീന ജീവിതം ഒന്നേയുള്ളൂ. ജൈവികതയുടെ സങ്കീർത്തനങ്ങളിൽ അവൾ ഉണ്ടാകണം. മറ്റൊന്നും അവനറിയില്ല. ഐറിഷ് ഒരു മഞ്ഞുതുള്ളി പോലെ വരണ്ട മനസ്സിൽ കുളിര് പകരുകയാണ്. നിലവിലും കിനാവിലും മയിൽപ്പീലി പോലെ വർണ്ണം വിരിഞ്ഞാടുകയാണ്. എന്താണ് അവനെ ഐറിഷിലേക്ക് അടുപ്പിക്കുന്നത്? അറിയില്ല. അഗ്നിശലാക പോലെ അവളുടെ ഓർമ്മകൾ അവനെ പൊള്ളിക്കുകയാണ്. അവൾ മഷിത്തണ്ട് പോലെ മനസ്സിലൂറി നിൽക്കുന്ന മധുകണമാണ്. ആ തോന്നൽ അവനെ പുളകം കൊള്ളിക്കുന്നു. ഐറിഷ് ഐറിഷ് നാട്ടിൽ വന്നതറിഞ്ഞ് അവൻ അവളെ തേടിയെത്തി. പച്ചക്കട്ട പാടശേഖരത്തിനപ്പുറം ജട പിടിച്ച കാട്ടു ഞാങ്ങണ പകുത്ത് ആളനക്കമില്ലാത്ത ഒറ്റയടി പാതയിലൂടെ ഒരപ്പൂപ്പൻ താടി പോലെ അവൻ ആ വേലിപ്പടർപ്പിന് പുറത്ത് പറ്റി നിന്നു. ആരാ? യുവത്വം കരുവാളിച്ച് കുലീനമായ ഒരു മുഖം ചാഞ്ഞു വളഞ്ഞ ഇല്ലിപ്പടർപ്പിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കി ചോദിച്ചു. ആരാ? ആരെ കാണാനാ? അമ്മ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സലോമി. അല്ല, സലോമി ആൻറ്റി. നല്ല കദളിപ്പഴത്തിൻ്റെ നിറമാണ് അവൾക്ക്. ഷോ, എന്തോരം മുടിയാ! അഴക് പറഞ്ഞറിയിക്കാൻ മേല. മുഷിഞ്ഞ ചട്ടയ്ക്കുള്ളിൽ മുഴിച്ചു നിൽക്കുന്ന മാറിടം. നവീൻ നോട്ടം പിൻവലിച്ചു. കഴുത്തിൽ ചരടിൽ കിടക്കുന്ന കൊന്തയും കുരിശും. ആരെയാ അന്വേഷിക്കുന്നേ? സലോമിയുടെ മുഖം വേലിക്ക് മീതെ നീണ്ടു. ഇല്ലിമുള്ള തട്ടാതെ അവർ നിവർന്നു നിന്നുകൊണ്ട് നവീനെ നോക്കി. ഐറിഷിൻ്റെ വീടല്ലേ? നവീൻ. അതെ. മോനേതാ? ഐറിഷിൻ്റെ ക്ലാസ്മേറ്റാ. അതെയോ? ഐറിഷ് ഇവിടെ ഇല്ലേ? നവീൻ തിടുക്കത്തോടെ ചോദിച്ചു. ഉണ്ടായിരുന്നു. അവളുടെ പപ്പയുടെ ഒരു ഫ്രണ്ട് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ടൗണിലേക്ക് പോയതാ. പപ്പയുടെ ഫ്രണ്ടോ? ആരാണ് അയാൾ? മോൻ കയറി വന്നട്ടെ, അകത്തിരിക്കാം. സലോമി ക്ഷണിച്ചു. ഐറിഷ് എപ്പോൾ വരും? അത്യാവശ്യമായി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എപ്പോൾ വരുമെന്ന് പറയാൻ വയ്യേ. എന്നാലും മോൻ അകത്തേക്ക് വാ, ഞാൻ കാപ്പി ഉണ്ടാക്കി തരാം. ശരി. അകത്തേക്ക് കടക്കുന്ന കൊള്ളു കടന്ന് മുറ്റത്ത് ഉണങ്ങാനിട്ടിരിക്കുന്ന വിറകിനരികിലൂടെ അകത്തേക്ക് കയറി. മുഷിഞ്ഞ മൊസൈക്ക് തറ പൊട്ടി പൊളിഞ്ഞിരിക്കുന്നു. പ്ലാസ്റ്റിക് വരിഞ്ഞ കസേരയിലിരുന്നു. അവൻ സലോമിയെ നോക്കി ചോദിച്ചു. ആൻറ്റിക്ക് എൻ്റെ മമ്മിയെ അറിയും? നീന. ഷോ, എൻ്റെ കർത്താവേ, എൻ്റെ നീനേൻ്റെ മോനാ. അവളെവിടെയാണ്? അവളുടെ ഹസ്ബൻഡ്? അതെ, മോൻ്റെ ഡാഡി. ഷോ, എൻ്റെ കർത്താവേ, എനിക്ക് വയ്യ. മോനെ, നിന്നെ ഞാൻ കണ്ണു നിറച്ചൊന്ന് കാണട്ടെ. മോൻ എൻ്റെ ജോർജിൻ്റെ ഒപ്പാന്നാ തോന്നുന്നേ. അവളിപ്പോഴെവിടെയാ? സലോമിയുടെ തിടുക്കവും ആവേശവും വെപ്രാളവും നവീൻ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. റെയിൽവേ സ്റ്റേഷന് അഭിമുഖമായി നിൽക്കുന്ന ഹോട്ടൽ പാരഡൈസിൻ്റെ 4-ാം തട്ടിൽ 4-ാമത്തെ മുറിയിലാണ് നവീൻ ഒരാഴ്ചയായി തങ്ങുന്നത്. താൻ അന്വേഷിച്ചു നടന്ന ഒരു അമൂല്യനിധി പെട്ടെന്ന് പൊട്ടി വീണതുപോലെ തൻ്റെ മുന്നിൽ വന്നുപെട്ടപ്പോൾ ആഹ്ലാദമല്ല, അമ്പരപ്പായിരുന്നു. അന്ധകാരത്തിൽ അമർന്നു കിടന്ന തൻ്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് സൂര്യൻ ഉദിച്ചതുപോലൊരു അനുഭൂതിയായിരുന്നു. പക്ഷേ ഒരു അപരിചിതയെപ്പോലെ ഒന്നോ രണ്ടോ വാക്കുകൾ വലിച്ചെറിഞ്ഞ് അവൾ കടന്നു പോവുകയായിരുന്നല്ലോ. തൻ്റെ സാമീപ്യത്തിൽ ഒരിക്കലും അവൾ ആഹ്ലാദിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവൾ എപ്പോഴും തൻ്റെ കൺവെട്ടത്തുണ്ടായിരുന്നു. തനിക്ക് വേണ്ടി മന്ദഹാസത്തിൻ്റെ ഒരു പളുങ്കു കൊട്ടാരം തന്നെ അവൾ തൻ്റെ ചുണ്ടുകളിൽ ഒളിപ്പിച്ചിരുന്നു. ഓർമ്മകൾ കുത്തിയൊലിച്ചു വരികയാണ്. നവീൻ, ഇന്നലെ എൻ്റെ പാട്ടെങ്ങനെ ഉണ്ടായിരുന്നു? കോളേജ് ഡേ കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് അവൾ ചോദിച്ചു. പാട്ടോ? അത് ഞാൻ കേട്ടില്ലല്ലോ ഐറിഷ്. കള്ളം. താൻ എൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കണ്ണും കരളും തൻ്റെ രൂപത്തിൽ അലിഞ്ഞു നിന്നങ്ങ് പോയി. പിന്നെ ഞാനും താനും കൂടി ഏതോ സ്വപ്നരഥത്തിലേറി ആകാശത്തിലെവിടെയോ മറയുകയായിരുന്നു. ചുമ്മാ പറയല്ലേ. പാട്ട് ഇഷ്ടമായില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഗംഭീരമായിരുന്നു. ഓർഫ്യൂസിനെ പോലെ ഞാനത് ലയിച്ചു പോയില്ലേ. സത്യം? ഐറിഷിൻ്റെ മുഖത്ത് ലജ്ജയുടെ മിന്നലാട്ടം അവൻ ആദ്യമായി കാണുകയായിരുന്നു. പൊട്ടും പൊടിയുമായി അങ്ങനെ എത്രയെത്ര സന്ദർഭങ്ങൾ. അവളുടെ ഓരോ ചലനത്തിലും ശബ്ദത്തിൻ്റെ ഓരോ തന്മാത്രയിലും അവൾക്ക് തന്നോടുള്ള പ്രണയത്തിൻ്റെ അംശമുണ്ടായിരുന്നല്ലോ. പിന്നീട് തോന്നി താനൊരു നിഴലിന് പിന്നാലെയാണെന്ന്. ഒരുപക്ഷെ അവളുടെ ഇഷ്ടം തന്നോട് പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ താൻ ഇത്രമാത്രം അവളിൽ ആസക്തനാകുമായിരുന്നില്ലെന്ന് തോന്നുന്നു. അവളുടെ അകൽച്ച, അല്ല അകന്നു നിൽക്കുമ്പോഴും അവൾ തൻ്റെ ആരോ ആണെന്ന വിശ്വാസം, മൗനിയായിരിക്കുമ്പോഴും അവൾ വാചാലയാകുന്ന അനുഭവം, അത് ഒഴിവാക്കാനാവുന്നില്ല. മനസ്സിനെ മധുരിപ്പിക്കുകയും നോവിക്കുകയും ചെയ്യുന്ന ആ ഇഷ്ടം, അത് വേണ്ടെന്ന് വയ്ക്കാൻ വയ്യ, തീരെ വയ്യ. ഓർമ്മയിൽ നിന്നടർന്ന് നവീൻ സലോമിയുടെ മുഖത്തേക്ക് നോക്കി. ഐറിഷ് വന്നില്ലല്ലോ? നവീൻ നിശ്വാസത്തോടെ ചോദിച്ചു. ഇന്നിനി വരുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ അവൾ അങ്കിളിനൊപ്പം അങ്ങോട്ട് പോയിട്ടുണ്ടാകും. വരവും പോക്കും ഒരു വകയാണേ.
നവീൻ സലോമിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് മിണ്ടാതിരുന്നു ഏറെ നേരം. പിന്നെ പതുക്കെ ചോദിച്ചു, ഐറിഷ് മഠത്തിൽ ചേരാൻ പോകുന്നുണ്ടെന്ന് കേട്ടിരുന്നു, നേരാണോ? ആ, ആദ്യം അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. എന്തോ അങ്കിളിനത് ഇഷ്ടമായിരുന്നില്ല, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. ഐറിഷിന് ഇഷ്ടമായിരുന്നോ? നവീൻ ധൃതിയിൽ ചോദിച്ചു. സത്യം പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അങ്കിള പറഞ്ഞത് അവളുടെ കോളേജിലെ ഏതോ ഒരാൺകുട്ടിയുമായി അവൾക്ക് അടുപ്പമുണ്ടെന്ന്. ഏ, അയാളതെങ്ങനെ പറയും? അയാൾക്ക് ഞങ്ങളുടെ കോളേജിനെ കുറിച്ച് എന്തറിയാം? നവീൻ ചോദിച്ചു. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവൾ തന്നെ അക്കാര്യം ഹാജിയാരോട് പറഞ്ഞുവെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ അതാണ് കാര്യം. ഐറിഷിൻ്റെ കാര്യത്തിൽ അയാൾ എന്തിന് ഇടപെടണം? അയാളൊരു മുസ്ലിം അല്ലേ? നവീൻ രോഷത്തോടെയാണ് ചോദിച്ചത്. അയാൾ ഇടപെടും. കാരണം അയാൾ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആരേലായിക്കോട്ടെ, ഞങ്ങളുടെ വീട്ടുകാര്യങ്ങളിൽ അയാൾ ഇടപെടും. എന്താണെന്നറിയോ? എൻ്റെ കെട്ടിയൻ മാത്യൂസ്, മോനറിയില്ല, മോൻ്റെ മമ്മിക്കറിയാം. അത് ഞാൻ ഞങ്ങളെ അനാഥരാക്കിയിട്ടാ അങ്ങ് കുഴിമാടത്തിലേക്ക് എടുത്തേ. രാഷ്ട്രീയം കളിച്ചു, രാഷ്ട്രീയക്കാരെ വിശ്വസിച്ചു. നേതാവായിരുന്നു വർക്കിച്ചൻ. മോനറിയോ വർക്കിസാറിനെ? വലിയ മന്ത്രിയാ, ചതിയൻ. സലോമിയുടെ പല്ലുകൾ ഞെരിഞ്ഞു, കണ്ണുകൾ കലങ്ങിച്ചു വന്നു. വർക്കിച്ചൻ, ധനകാര്യമന്ത്രി ശ്രീ വർഗീസ്. ആ ആ, അത് ഞാൻ തന്നെ. ചെകുത്താന എൻ്റെ പാവം മാത്യൂസിനെ ഒപ്പം കൂട്ടി മന്ത്രിയാക്കാം, MLA ആക്കാം എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് ആഫീസിൽ കിടത്തി. കയ്യിലുള്ളതൊക്കെ വിപ്പിച്ചു. കാറും ജീപ്പും പറമ്പും പാടവും എല്ലാം നശിപ്പിച്ചു. ഞങ്ങളുടെ വീട് ദേ അവിടെ ആ പാടത്തിനപ്പുറം 10-40 ആൾക്ക് താമസിക്കാൻ പറ്റുന്ന മാളിക വീടായിരുന്നു. തൊഴുത്ത് നിറയെ പശുക്കളും മോരികളും. പാടത്തും പറമ്പിലും ധാരാളം പണിക്കാർ. കർത്താവേ, എല്ലാം നശിച്ചു, അല്ല നശിപ്പിച്ചു. സലോമിയുടെ ചുവന്ന ചുളി വീണ കവിളുകൾ കണ്ണീര് വീണ് നനഞ്ഞു. മൂക്കിൽ നിന്ന് നീരൊലിക്കാൻ തുടങ്ങി. അവർ തലയിൽ കൈവച്ചുകൊണ്ട് വെറും നിലത്ത് ചടഞ്ഞിരുന്ന് ഏങ്ങലടിച്ചു. കഞ്ഞി കുടിക്കാനില്ലാതെ കണ്ണീര് കുടിച്ചു നടന്ന കാലത്ത് കർത്താവ് അയച്ചു തന്ന ദേവദൂതനാണ് ഹാജിയാർ. മാത്യൂസിൻ്റെ വലം കൈയായിരുന്നു. അയാൾ ഒരുപാട് ഗുണദോഷിച്ചു. മാത്യൂസ് കേട്ടില്ല. വർക്കിച്ചൻ്റെ കൂടെ ചേർന്ന് കോൺഗ്രസ് കളിച്ചു. ഒടുവിൽ പാവം എൻ്റെ മാത്യൂസ് വർക്കിച്ചൻ്റെ വലയിൽ വീണു. കർത്താവേ, ഞങ്ങളുടെ കുടുംബം തകർന്നത് അങ്ങനാ. കരയാതിരിക്കെ, ഇനി കരഞ്ഞിട്ട് എന്ത് കാര്യം? നവീൻ സലോമിയുടെ അടുത്തേക്ക് നീങ്ങി അവരുടെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. പാവം എൻ്റെ മോൾ, അവൾ കോളേജിലെ ജോലി വിട്ടു. ഹാജിയാർ പറഞ്ഞിട്ടാ ഇപ്പോൾ അയാളുടെ ഓഫീസ് മാനേജരാ. അയാൾക്ക് കുറേ മക്കളുണ്ടല്ലോ. സ്വന്തം പിതാവിൻ്റെ ബിസിനസ് നോക്കാൻ പറ്റിയവരാരുമില്ലേ? പാവം ഐറിഷ് നല്ലൊരു ജോലി വിട്ട് അയാളുടെ ജോലി എന്തിനു സ്വീകരിച്ചു? ഞാനും അത് അവളോട് ചോദിച്ചു. അതിന് അവൾ എന്നോടൊരു മറുചോദ്യം ചോദിച്ചു. എങ്കിൽ നമുക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും പ്രതിഫലം കൊടുത്തോ മമ്മി? മമ്മിയുടെ ഭർത്താവ്, സോറി ഞങ്ങളുടെ പപ്പ, ബാക്കി വെച്ചിട്ട് പോയ കടബാധ്യത കാരണം താമസിച്ചു കൊണ്ടിരുന്ന വീടും നഷ്ടമായി. ബാങ്കുകാർ ഇറക്കിവിട്ട് നമ്മൾ പെരുവഴിയിലായപ്പോൾ മമ്മിക്ക് ഓർമ്മയുണ്ടോ? എങ്കിൽ ഒരു താക്കോൽ കൂട്ടമ്മ മമ്മിയുടെ കൈവളയിൽ വെച്ച് തന്നത്. പിന്നെ നമ്മൾ അറിഞ്ഞിട്ടില്ല. മമ്മിയുടെ ആൺമക്കൾ പിന്നീട് പഠിച്ചതും കടൽ കടന്ന് തൊഴിൽ നേടിയതുമൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ആ മനുഷ്യൻ്റെ ആവശ്യം അംഗീകരിക്കേണ്ടി വന്നു. അതെൻ്റെ കടമ. നവീൻ സലോമിയുടെ വർത്തമാനം കേട്ട് നിശബ്ദനായി. മറിച്ചൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഐറിഷിൻ്റെ പതനം ഊഹിക്കാനാവുന്നതേയുള്ളൂ. ആ ചിന്തകൾ പോലും മനസ്സ് പൊള്ളിക്കുന്നു. അത്ര വലിയ ത്യാഗത്തിന് അവൾ സ്വയം സന്നദ്ധയായിരുന്നോ? അതോ ആ കിഴവൻ അവളെ ബലാത്കാരമായി? ഒരുപക്ഷെ അയാളുടെ ഭാരിച്ച സമ്പത്തിൻ്റെ പ്രലോഭനത്തിൽ അവൾ അകപ്പെട്ടു പോയിരിക്കുമോ? ഓർക്കുമ്പോൾ തല പുകയുന്നു. സലോമിക്കും ഐറിഷിൻ്റെ തീരുമാനത്തിൻ്റെ വിശദാംശങ്ങളൊന്നും അറിയില്ല. ഹാജിയാർക്കൊപ്പം അനുസരണയുള്ള ഒരടിമയെപ്പോലെ അവൾ ഇറങ്ങിപ്പോകുന്നത് കാണാം. അവളുടെ ബന്ധം എന്താണെന്നൊരു പിടിയുമില്ല. വീട്ടാവശ്യത്തിനുള്ള പണം കൃത്യമായി അയാൾ എത്തിച്ചു തരാറുണ്ട്. ഒരുപക്ഷെ അത് അവളുടെ ശമ്പളമാകാനും മതി. അവൾ വീട്ടിലെത്തിയാൽ സലോമിയുമായി ഏറെ സംസാരിക്കാറില്ല. മുഖം വലിച്ചുകെട്ടി ഒന്നുകിൽ മുറിക്കുള്ളിലിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുന്നതും കാണാം. സംസാരം തീരെ കുറവാണ്. ഏറിയാൽ 1-2 വാക്യങ്ങൾ, ചിലപ്പോൾ അതും ഉണ്ടാവില്ല. ഐറിഷിനെക്കുറിച്ച് കേട്ടൊന്നും സത്യമായിരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന നവീൻ അവളെക്കുറിച്ച് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരിഷ്ടം അവളോട് തുറന്നു പറയണം. അവൾക്ക് സമ്മതമെങ്കിൽ ഒന്നിച്ച് ജീവിക്കണം. പരസ്പരം സ്നേഹിച്ച് ജീവിതം ഒരു കവിത പോലെ മനോഹരമാക്കണം. ഒരു പുരുഷന് തൻ്റെ ഇണക്കി നൽകാൻ കഴിയുന്ന ഐഹിക സൗകര്യങ്ങൾ എന്തൊക്കെയോ അതെല്ലാം താൻ അവൾക്ക് നൽകും. ജാതിയോ മതമോ സമ്പത്തോ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളോ എന്തുമാകട്ടെ, അവൾക്ക് വേണ്ടി താൻ എല്ലാറ്റിനോടും പൊരുത്തപ്പെടും. ഐറിഷുമൊത്തുള്ള ഒരു ജീവിതം നിത്യവസന്തത്തിൻ്റെ ഒരു ഇതിഹാസമായി തീരണം. ഇനിയുള്ള തൻ്റെ ജീവിതം അവൾക്ക് വേണ്ടിയാണെന്ന് അവളോട് തുറന്നു പറയണം. തന്നെ തള്ളിക്കളയരുതെന്ന് അവളോട് അപേക്ഷിക്കണം. അതിനുവേണ്ടിയാണ് തൻ്റെ ഈ കാത്തിരിപ്പ് തന്നെ. അവളെ നേരിട്ട് കാണണം. കണ്ടേ തനിക്കങ്ങ് മടങ്ങി പോകാനാകൂ. നവീൻ മനസ്സിലുറപ്പിച്ചു. അന്നത്തെ സന്ധ്യയിലേക്ക് നവീൻ വീണ്ടും തെന്നി വീണു. സലോമി എഴുന്നേറ്റ് പോയിട്ടും നവീൻ അവിടെ തന്നെ ഇരുന്നു. കാണെ ഇരുൾ വന്നു നിറഞ്ഞു. മോൻ തൽക്കാലം പോയിക്കോ, അവളിന്നിനി വരവുണ്ടാവില്ല. വന്നാൽ ഞാൻ വിവരം പറയാം. പിന്നെ 7 മുൻപ് കവലയിലെത്തണം.
7 കാലിനാ കുഞ്ഞറോത്തി. അതോ പോയ പിന്നെ ബസ്സില്ല. കുഞ്ഞറോത്തിയോ? അതാരാ? നവീൻ എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു. അത് ബസ്സിൻ്റെ പേരാ. പള്ളിയിലെ കപ്പ്യാരുടെ വകയാ. അയാളുടെ പെമ്പിള്ളയുടെ പേരാ കുഞ്ഞറോത്തി. ശരി ശരി, ഞാൻ ഇറങ്ങുന്നു. ഈ കുറിപ്പ് ഐറിഷ് വന്നാൽ കൊടുക്കണം. ഓ, കൊടുക്കാം. നവീൻ ഒറ്റ വരിയിൽ എഴുതിയ കുറിപ്പ് സലോമിയെ ഏൽപ്പിച്ച് അയാൾ ഇരുട്ടിലേക്ക് ഇറങ്ങി. കൊയ്ത്തൊഴിഞ്ഞ പാടം നാട്ടുവെളിച്ചത്തിൽ നിവർന്നു കിടന്നു. നവീൻ ഇരുണ്ട മനസ്സുമായി പാടത്തിനക്കരെ ഏതോ വീടിൻ്റെ ഉമ്മറത്ത് മങ്ങിക്കത്തുന്ന പാനീസ് വിളക്കിൻ്റെ വെളിച്ചം നോക്കി നടന്നു. കഥ തുടരും.